കുടുംബത്തെ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസത്തോടു കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ പ്രവർത്തിപ്പാൻ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. നമുക്ക് നന്ദി പറയാം. പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ ഇപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവ് സകല വിഷയത്തിന്റെ മേൽ നമ്മളെ സാക്ഷ്യമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറയാം. കർത്താവ് ഇന്ന് അന്നത്തെ ദിവസം കർത്താവ് എൻ്റെ കൂടെ ഉള്ളതിനായി നന്ദി പറയുന്നു. ദൈവം എൻ്റെ കൂടെ ഉള്ളതിനായി അങ്ങൻ്റെ കൂടെ നിന്ന് സകല കാര്യത്തിലും ദൈവം എന്നെ അത്ഭുതമാക്കി മാറ്റുന്ന സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് നന്ദിയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എന്താണോ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ എന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ആത്മാക്കൾക്കോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ എൻ്റെ ജീവിതത്തിൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യമാണ്. എൻ്റെ ആന്തരിക അവയവങ്ങളുടെ മേൽ ദിവ്യാരോഗ്യമുണ്ട്. എൻ്റെ രക്തത്തിൽ, ഞരമ്പിൽ, അസ്ഥികളിൽ എല്ലായിടത്തും ദിവ്യാരോഗ്യവും. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പിന്നെയും ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വലിയ ബലത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കുന്നല്ലോ. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് മുന്നോട്ട് വിശ്വാസത്താലും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ഈ ഇന്നലകളിൽ കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ടു. ഇന്നലെ കേട്ട വചന ഭാഗം മാത്രമല്ല, വചന ചിന്ത എന്താണെന്നുള്ളത് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. അന്ധകാരശക്തികൾ വിട്ടുമാറിപ്പോകും. നമ്മൾ ഇന്നലെ കേട്ടു, ഇരുട്ട് മാറി അന്ധകാരത്തിന്റെ ശക്തികളുടെ സ്വാധീനത്തിൽ നിന്നും എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിടുതൽ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അതിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ കേൾക്കാൻ ഇടയായി തീർന്നു. പിന്നെയും നമുക്ക് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ധ്യാനിക്കാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നതിന് നന്ദി പറയുന്നു. പിന്നെ കർത്താവിന്റെ വചനത്തിൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അതിന്റെ 2-ാം അധ്യായത്തിൽ, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ താഴേക്ക് ചില വാക്യങ്ങൾ അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് കേൾക്കാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പിൻ എന്നിട്ട് പറയുകയാണ്, ഞാൻ 3 ദിവസത്തിനകം ഇത് പണിയെന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 വർഷം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസം കൊണ്ട് എങ്ങനെ പണിയും എന്ന് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ നിങ്ങൾ നോക്കുക, അവിടെ കർത്താവിന്റെ വചനത്തിൽ യേശുക്രിസ്തു പറയുകയാണ്, ഈ മന്ദിരം, അതായത് യെരുശലേം ദേവാലയത്തെ പറ്റി പറയുകയാണ്, ഈ മന്ദിരം പൊളിക്കുവിൻ. അപ്പം ഈ മന്ദിരം പൊളിക്കുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിയോണം, അവിടെ അവർ പറയുകയാണ് ഇതിന് 46 വർഷം എന്തുണ്ട്, ഇതിന് പഴക്കം, ഇത് 46 വർഷം കൊണ്ടാണ് ഇത് പണിതെടുത്തിരിക്കുന്നത്.
അപ്പൊ കർത്താവ് പറയുന്നു, ഈ മന്ദിരം പൊളിച്ചാൽ 3 ദിവസം കൊണ്ട് ഞാനിത് പണിയും. യഥാർത്ഥത്തിൽ യെരൂശലേം ദേവാലയം പൊളിക്കുന്ന കാര്യമല്ല കർത്താവ് പറഞ്ഞത്. പകരം അടുത്ത വാക്യത്തിൽ പറയുന്നു, യേശുവോ തൻ്റെ ശരീരമാകുന്ന മന്ദിരം. അതായത് ഈ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ പള്ളി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിൽ എന്താണ്? നമ്മൾ പോകുന്ന ദൈവത്തിൻ്റെ ആലയത്തെയാണ് പുതിയ നിയമവിശ്വാസി പള്ളി എന്ന് പറയുന്നത്, അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ പോകുന്ന പള്ളി യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആലയമല്ല, നമ്മൾ കൂടി വരുന്ന സ്ഥലമാണ്, കൂട്ടായ്മ ആചരിക്കുന്ന സ്ഥലമാണ്. പുതിയ നിയമത്തിൽ ബൈബിൾ പറയുന്നു യേശുവിൻ്റെ ശരീരം എന്ന മന്ദിരം. അപ്പോൾ നമ്മളിപ്പോൾ കൂടി വരുന്ന സ്ഥലത്തിൻ്റെ പേര് പള്ളി എന്നിടുന്നതോ ആ സ്ഥലത്തെ നമ്മൾ കൂട്ടായ്മ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ട കൂട്ടായ്മ ആചരിപ്പിൻ. നമുക്ക് കൂടി വരുവാനുള്ള ഒരു സ്ഥലമാണ് നമ്മളതിനെ പള്ളി എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശരീരമാണ് ഇവിടെ മന്ദിരം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കിയേ, യഹൂദന്മാർ പറയുകയാണ് ഞങ്ങളുടെ ഈ മന്ദിരം, യെരൂശലേം ദേവാലയത്തെ പറ്റി പറയുകയാണ്, 46 വർഷം കൊണ്ട് പണിതിരിക്കുന്ന മന്ദിരമാണ്. കർത്താവ് പറഞ്ഞത് ഈ പൊളിക്കുന്ന ഈ കാണുന്ന മന്ദിരത്തെ പറ്റിയല്ല പറഞ്ഞേക്കുന്നത്. കർത്താവോ തൻ്റെ ശരീരമാകുന്ന മന്ദിരം. അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ ശരീരം തകർക്കപ്പെടുമെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് തോന്നുന്നത്, ഞാൻ യഥാർത്ഥത്തിൽ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ പറയുവാൻ ഇന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷേ ഈ ദിവസങ്ങളിൽ വളരെ ഈ കർത്താവിൻ്റെ കൃപയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങളുമായിട്ട് കർത്താവ് നമ്മളെ ഒത്തിണക്കുന്നു. ഇവിടെ വചനം പറയുന്നു, കർത്താവ് തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ശരീരമാകുന്ന മന്ദിരം. അപ്പോൾ നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോണേ. യേശുവിൻ്റെ ശരീരത്തെ മന്ദിരം എന്നാ പറയുന്നത്. ആലയം, ടെമ്പിൾ, പള്ളി എന്നാണ് യേശുവിൻ്റെ ശരീരത്തെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് താഴെ പറയുകയാണ്, യേശു അവരോട് ഇത് പറഞ്ഞിട്ട് യേശു ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു, തിരുവഴുത്തിൽ യേശു പറഞ്ഞത് വിശ്വസിച്ചു. അപ്പം ശിഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് അപ്പോൾ ഓർത്തില്ല ഇവര്. പിന്നീട് വചനം പറയുന്നു എപ്പോഴാണ് ഇവരെ ഓർത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇവർക്കിത് ഓർമ്മ വന്നത്. യേശു ക്രിസ്തു അന്ന് പറഞ്ഞിരുന്നു ഈ ശരീരമാകുന്ന മന്ദിരത്തെ പറ്റിയാണ്. നോക്കിയേ, ഈ ശരീരമാകുന്ന മന്ദിരത്തെ പറ്റിയാണ് യേശു ക്രിസ്തു അന്ന് പറഞ്ഞത്. ഇനി നമ്മളുമായിട്ട് എന്താണ് ഇതിന് ബന്ധം? ഒന്നുകൂടെ നോക്കിയോണം. ഇവിടെ ഈ കർത്താവ് പറയാണ് എൻ്റെ ശരീരമാകുന്ന മന്ദിരം. അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഒരു മന്ദിരമായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ശരീരമാകുന്ന മന്ദിരം കാൽവരി ക്രൂശിൽ തകർക്കപ്പെടും. അപ്പം നമുക്കറിയാം, ഈ കർത്താവ് പാപ, ശാപ, രോഗ, കഷ്ടത, നിന്ദ, പരിഹാസം, നിങ്ങളുടെ സകല പ്രതിസന്ധികളെയും മുഴുവനും യേശു തൻ്റെ ശരീരമാകുന്ന ആലയത്തിലേക്ക് എന്ത് ചെയ്തു? നിങ്ങളുടെ മുഴുവൻ പാപത്തെ വഹിച്ചപ്പോൾ ആ ആലയം തകർന്നുപോയി. യേശുവിൻ്റെ ശരീരമാകുന്ന ആലയം തകർന്നുപോയി. അപ്പൊ കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ട്, ഈ മന്ദിരം പൊളിക്കണം, എന്നാൽ 3-ാം ദിവസം ഞാൻ ഇതിനെ പണിയും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, യേശു ക്രിസ്തു പറഞ്ഞു മന്ദിരം പൊളിപ്പിൻ, എന്നാൽ 3-ാം നാൾ ഇതിനെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞു. പറയാം, അപ്പൊ ഈ മന്ദിരം പൊളിയാൻ കാരണം എന്തുവാ? യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന മന്ദിരം പൊളിയാൻ കാരണം എന്റെയും നിങ്ങളുടെയും പാപം നിമിത്തമാണ്. നിങ്ങളുടെയും എൻ്റെയും പാപം, കഷ്ടത. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഈ പാപം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ചിന്തയിൽ നമ്മൾ അവിടെ കൊണ്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. പാപം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രോഗം യേശു വഹിച്ചു. പാപം മാറ്റിയെങ്കിൽ രോഗവും മാറ്റിയിരിക്കുന്നു. പാപം മാറ്റിയെങ്കിൽ കഷ്ടതകളും മാറ്റിയിരിക്കുന്നു. പാപം മാറിയെങ്കിൽ ശാപം മാറിയിരിക്കുന്നു. പാപം മാറിയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സമാധാനം വന്നിരിക്കുന്നു. ഇത് നമ്മൾ പല ആൾക്കാരും പെട്ടെന്ന് പറയും, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നു, ക്രിസ്മസിന് കേക്ക് മുറിക്കുന്നു, യേശു നമ്മുടെ പാപത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്നു, അതുകൊണ്ട് ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുന്നു, അപ്പം ഇറച്ചി മേടിക്കുന്നു, യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരണപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ ദുഃഖവെള്ളി ആചരിക്കുന്നു, യേശു ക്രിസ്തുവിന് പാപസംബന്ധമായിട്ട് കർത്താവിനെ അവർ പിടിക്കപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ പെസഹ ആചരിക്കുന്നു. നമ്മളിങ്ങനെ അപ്പം ഉണ്ടാക്കി ആഘോഷിച്ച് അതുമെല്ലാം പോയി ഇങ്ങനെ പോകുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കണമേ, നിങ്ങളുടെ പാപമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളെയും യേശു വഹിച്ചു. യേശു വഹിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാവോ? യേശുവിന്റെ ശരീരമാകുന്ന മന്ദിരം തകർക്കപ്പെട്ടു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇത് തകർക്കപ്പെട്ടാൽ
3 ദിവസം കൊണ്ട് ഞാൻ ഇതിനെ പണിതെടുക്കും. അതാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുന്നതിന്റെ കാരണം യേശു ക്രിസ്തു തകർന്നു പോയ തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പണിതെടുത്ത ദിവസമാണ് ഈസ്റ്റർ ആയിട്ട് നാം ആഘോഷിക്കുന്നത്. കർത്താവ് പറഞ്ഞാലും 3-ാം ദിവസം ഞാനിത് പണിയും. നോക്കിക്ക് ആ വാക്കിൻ്റെ ശക്തി കണ്ടോ. 3-ാം ദിവസം ഞാനിത് പണിയും. എന്നാ കോൺഫിഡൻസ് ആ കർത്താവിനല്ലേ. പാപത്തിന് എത്ര ശക്തി ഉണ്ടെങ്കിലും, നിങ്ങളുടെ രോഗത്തിന് എത്ര ശക്തി ഉണ്ടെങ്കിലും, അത് മുഴുവൻ യേശുവിൻ്റെ ശരീരത്തെ തകർത്തു ക്രൂശിൽ മരണപ്പെട്ടെങ്കിൽ തമ്പുരാൻ പറയുകയാണ് 3-ാം ദിവസം എന്നെ തകർക്കാൻ നോക്കിയ പാപ രോഗ ശാപ ശക്തികളെ തകർത്തുകൊണ്ട് യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതിന് പറയുന്ന പേരാണ് വീണ്ടും കർത്താവ് തൻ്റെ മന്ദിരത്തെ സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ നോക്കി. എന്നിട്ട് ഇത് ഓർത്തത് എപ്പോഴാണ് ശിഷ്യന്മാർ? അവരുടെ മനസ്സിൽ മൊത്തം യെരുശലേം ദേവാലയമാണ്. ഇന്നും നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഏതെങ്കിലും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതം നടക്കുമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും എവിടെയാണെന്നറിയാവോ? പാപത്തിൽ ജീവിക്കുന്ന ദാസന്റെ കൂടെയാണ്. ആ പള്ളി പൊളിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം പൊളിയും. ആ പള്ളിയിലുള്ള അത്ഭുതം നിന്നാൽ നിങ്ങളുടെ വിശ്വാസം തീരും. അപ്പൊ യഥാർത്ഥത്തിൽ പള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂടി വരുന്ന സ്ഥലത്തെ നമ്മൾ സഭയെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ പള്ളി യേശുവിന്റെ ശരീരമാണ്. നോക്കിയേ, ഈ പുതിയ നിയമത്തിൽ യെരുശലേം ദേവാലയം പറഞ്ഞുകൊണ്ട് യഹൂദൻ നിൽക്കുമ്പോൾ, പഴയ നിയമത്തിൽ യെരുശലേം ദേവാലയം പറഞ്ഞുകൊണ്ട് യഹൂദൻ നിൽക്കുമ്പോൾ, പുതിയ നിയമത്തിൽ യേശുവാണ് എൻ്റെ ആലയം, യേശുവിൻ്റെ ശരീരമാണ് എൻ്റെ ആലയം. ഇനി നിങ്ങൾ നോക്കിയേ, നമുക്ക് വേഗത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഒന്ന് വേഗത്തിൽ പോയിട്ട് ഓടി വരാം. ഇന്ന് ഇച്ചിരി വചനം നീണ്ടുപോകുമ്പോൾ ആർക്കെങ്കിലും ഇച്ചിരി നേരത്തെ പോകണം ഉള്ളവർ വേണം, കുഴപ്പമില്ല, ലെഫ്റ്റ് ചെയ്തോ. നിങ്ങൾ പിന്നീട് എപ്പോഴേലും യൂട്യൂബിൽ കേട്ടാൽ മതി. നീണ്ടു പോയാൽ നിങ്ങൾ പിന്നീട് യൂട്യൂബിൽ കേട്ടാലും മതി. ഇവിടെ നിങ്ങൾ നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കർത്താവ് ഉയർത്തതിന് ശേഷം, അപ്പോൾ യേശു ഉയർത്തതിൻ്റെ അർത്ഥം മന്ദിരം പണിതിരിക്കുന്നു. തകർന്നു പോയ ദേവാലയത്തെ, യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ എന്ത് ചെയ്തു? വീണ്ടും പണിതിരിക്കുന്നു. അപ്പൊ ഈ പണിതിരിക്കുന്ന ആലയത്തെ എന്ത് ചെയ്തു? പത്രോസ്ലീഹ 2 അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ പറയണം, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കും. നോക്കിയേ, ഇവിടെ പറയുകയാണ് കർത്താവിൽ വിശ്വസിക്കുക. അപ്പൊ പാപമോചനത്തിനായി. അപ്പൊ എങ്ങനെ പാപമോചനം ലഭിച്ചത്? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ഇനി 41-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ തൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് കൂടെ ചേർന്നു. അപ്പോസ്തലന്മാർ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാർ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അവർ വിശ്വസിച്ചവരെല്ലാം ഒരുമിച്ചു കൂടി. ഇനി 46-ാമത്തെ വാക്യം നോക്കിക്കോണേ. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും. അപ്പൊ ഇവിടെ ഈ ദേവാലയം എന്ന് പറഞ്ഞിരിക്കുന്നത് യെരുശലേം ദേവാലയമാണ്. അപ്പൊ ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും കർത്താവിന്റെ ശിഷ്യന്മാരായ യഹൂദന്മാരുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഇവർക്കിപ്പോഴും യെരുശലേം ദേവാലയം കിടപ്പുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുന്നു, ദിനം പ്രതി അവർ ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥവും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകലതും ജലത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. ഇവിടെ നിങ്ങൾ ഈ വാക്യം കൊണ്ടോ, അപ്പോസ്തലന്മാർ ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വന്നു. അവർ വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് വീട്ടിൽ അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ ഇത് കത്രിമേശയെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അതായത് ചിലർ ചിന്തിക്കാറുണ്ട് അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ അവരെല്ലാം കൂടി വന്നിരുന്ന് ആഹാരം കഴിച്ചു എന്നൊരാശയമല്ല. അവർ വീട്ടിൽ കൂടി വന്നിരുന്ന് കർത്താവിൻ്റെ കത്രുമേശ അവർ ദിവസവും എടുക്കുമായിരുന്നു അവരുടെ ഭവനങ്ങളിൽ. ആ കാലഘട്ടത്തിൽ സഭയില്ല. ഭവനത്തിൻ്റെ അകത്ത് കൂടുന്ന രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവർ എന്ത് ചെയ്യുമായിരുന്നു? അവർ ഭവനങ്ങളിൽ കത്രുമേശ എടുക്കുമായിരുന്നു. നോക്കിയേ, അപ്പൊ ഇവിടെ നിങ്ങൾ ഈ വചനം നോക്കിയാൽ മതി. ദിനം പ്രതി കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തു. ഞാൻ ചോദിച്ചോട്ടെ, യെരുശലേം ദേവാലയത്തോടാണോ ചേർത്തത്, അതോ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടാണോ ദൈവം അവരെ ചേർത്തുകൊണ്ടിരുന്നത്? ഒന്ന് പറയാവോ? അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരെ ചേർക്കുന്നത് യെരുശലേം ദേവാലയത്തിലോട്ടല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരെ ദീനം പ്രതി സഭയോട് ചേർക്കുന്നു. ഏതാണ് ഈ സഭയെന്നറിയാവോ? യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. എൻ്റെ അർത്ഥം, പിശാചിന് തൊടാൻ കഴിയാത്തൊരു സ്ഥലമുണ്ടെങ്കിൽ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ്
എഴുന്നേറ്റ് നിർമ്മിക്കപ്പെട്ട തൻ്റെ ശരീരമാകുന്ന സഭയെ തൊടാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ആ ശരീരമാകുന്ന സഭയെ തൊട്ട വിവരം അറിയുമെന്ന് പറ. അങ്ങനെ വിവരം അറിയുന്ന എന്നാ ബ്രദറെ തെളിവെന്ന് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നു. ബ്രദറെ, ഞാൻ യേശുക്രിസ്തുവിന്റെ കൂടെ സ്നാനമേറ്റ് രക്ഷിക്കപ്പെട്ട് ബൈബിള് ബ്രദർ പറഞ്ഞു ഇനി മുതൽ ഞാൻ ഓടി നടന്നിനി പള്ളിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കൂട്ടായ്മ, അതാണ് മസ്റ്റ് കാര്യം. പള്ളി എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ കേട്ടോ, കൂട്ടായ്മയിൽ പോകണം. അപ്പൊ ബ്രദറെ, ഞാനിപ്പം ബസ്സിൽ കയറുമ്പോഴും കാർ ഓടിക്കുമ്പോഴും ആഹാരം പാചകം ചെയ്യുമ്പോഴും കടയിൽ പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും വീട്ടിൽ ജീവിക്കുമ്പോഴും മക്കളോടൊപ്പം നിൽക്കുമ്പോഴും ഭർത്താവിൻ്റെ കൂടെ ഒക്കെ ജീവിക്കുമ്പോഴും ബ്രദർ പറയുന്നത് ഞാനിപ്പം സഭയോട് ചേർന്നിരിക്കുന്നു എന്നാണല്ലോ. അപ്പൊ ഏതാണ് ഈ സഭയെന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശരീരത്തോട് ഞാൻ ചേർന്നിരിക്കുന്നു. യേശുവിന്റെ ശരീരമാകുന്ന സഭ. ഇനി തെളിവ് ഞാൻ പറയാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ഈ വചനമൊക്കെ നോട്ട് ചെയ്തോണേ. എഫേസ്യ ലേഖനത്തിന്റെ അകത്ത് വാക്യം നോക്കിയേ. വിശ്വസിക്കുന്ന ഏവർക്കും, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ കർത്താവിലും വ്യാപരിച്ചു, കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു. സ്വർഗത്തിൽ തന്റെ വലതു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും എല്ലാ ശക്തിക്കും എല്ലാ കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെട്ട സകല നാമത്തിലും യേശുക്രിസ്തുവിനെ ഇരുത്തി. എന്നിട്ട് പറയും 22-ാം വാക്യം നോക്കിയേ, സർവവും തന്റെ കാൽ കീഴിലാക്കി വെച്ചു, കർത്താവിനെ സകലത്തിലും മീതെ തലയാക്കി, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന നിറവായിരിക്കുന്ന കർത്താവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരമായ നിങ്ങളെപ്പറ്റി ബൈബിൾ പറയുന്നു സഭയെന്നാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, യേശുക്രിസ്തുവിനോട് കൂടെ ചേർന്ന എന്നെ ബൈബിൾ പറയുന്നു സഭയെന്നാന്ന് പറ. സഭയെന്ന് എന്നെ വിളിക്കുന്ന പറ. അപ്പൊ ഈ സ്നാനപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമുദായത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതല്ല. കത്തോലിക്കയിൽ നിന്ന് മാറി ബെന്തക്കോസി പോകുന്നതോ, ബെന്തക്കോസിൽ നിന്ന് മാറി കത്തോലിക്കയിൽ പോകുന്നതോ, കത്തോലിക്കയിൽ നിന്ന് മാറി ഓർത്തഡോക്സിൽ പോകുന്നതോ, CSIലോട്ട് പോകുന്നതോ ഇതല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്. യേശുവിന്റെ ശരീരത്തോട് ഞാൻ ചേർന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് യഥാർത്ഥത്തിൽ വെള്ളത്തിലെ സ്നാനം. ഈ വെള്ളത്തിൽ സ്നാനപ്പെടാൻ പറയുമ്പോൾ ബ്രദറെ, വെള്ളത്തിൽ സ്നാനപ്പെടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ ഞാൻ ഈ ലോകത്തോടും പിശാചിനോടും പറയും, പിശാചെ നീ കേട്ടോ, ഞാനിപ്പോൾ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്നു, നിനക്കിനി എന്നെ തൊടാൻ കഴിയത്തില്ല എന്ന് പറയുന്നതാണ് സ്നാനം. നോക്കിക്കേ, ഈ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്നു. അപ്പം എന്താണ് ഈ ശരീരത്തിന്റെ ഭാഗമായുള്ള ഗുണം എന്നാണെന്നറിയാവോ? ഇനി ഗുണം നിങ്ങൾ കേട്ടോണേ. ഈ ഗുണം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വചനം പറയുന്നു, സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും, നോക്കിയേ, എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും എല്ലാ ശക്തിക്കും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള വിളിക്കപ്പെട്ട സകല നാമത്തിലും ഈതെ ഇരുത്തിയിരിക്കുന്നു. അപ്പൊ യേശുവിന്റെ ശരീരത്തോട് ചേർന്ന് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എത്ര അധികാരമുണ്ടെങ്കിലും, പിശാചിന്റെ അധികാരം, മനുഷ്യന്റെ അധികാരം, ആകാശത്തിലെ അധികാരം, ഇനി വരുവാൻ പോകുന്ന ലോകത്തിന്റെ അധികാരം, എത്ര അധികാരമുണ്ടെങ്കിലും അതിനൊന്നും നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. ഇതാണ് യേശുവിന്റെ ശരീരത്തോട് ചേർന്ന് കഴിഞ്ഞാൽ. ഞാൻ എപ്പോഴും പറയത്തില്ലേ, പിന്നെ കൂടോത്രം ചെയ്താലും ഏക്കത്തില്ല, പിന്നെ നിങ്ങൾക്ക് ആഭിചാരം ചെയ്താലും ഫലിക്കത്തില്ല. അതിന്റെ കാരണം എന്തെന്നറിയാവോ? അതിനേക്കാൾ വലിയൊരു അധികാരത്തിന്റെയും ശക്തിക്കകത്ത് ദൈവം നിങ്ങളെ കയറ്റിവെച്ചിരിക്കുന്നു. ആ ശക്തിയുടെ പേരാണ് സഭ, യേശുവിന്റെ ശരീരമാകുന്ന സഭ. ഇനി ഇങ്ങനെ ആയാലുള്ള അടുത്ത ഗുണം ഞാൻ പറഞ്ഞു തരാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഉറക്കെ ഒന്ന് കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വായിച്ച്, ഉറക്കെ ഒന്ന് ആ വാക്യം ഒന്ന് വായിച്ചേ. കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നു. ദൈവത്തിന്റെ മന്ദിരം കണ്ടോ? നിങ്ങൾ വായിച്ച വാക്യത്തിന്റെ അർത്ഥം വല്ലതും നിങ്ങൾക്ക് മനസ്സിലായി? യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പറഞ്ഞു നോക്കിയേ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങൾ ദൈവത്തിന്റെ പള്ളി അഥവാ ചർച്ച്, എക്ലീഷ്യ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, ഈ പള്ളിയുടെ കാവൽക്കാരനും ഉടമസ്ഥനും പരിശുദ്ധ ആത്മാവാണ്.
എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ, നിങ്ങൾ അറിയുന്നില്ലയോ? ക്വസ്റ്റ്യൻ മാർക്കിന്റെ കാര്യം എന്തുവാ? ഇത് ബോധമുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ബോധമുണ്ടെങ്കിൽ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ മന്ദിരമെങ്ങാനും പൊളിക്കാൻ നോക്കുന്നവനെ, മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. കണ്ടോ, തൊട്ട വിവരം അറിയുമെന്ന് ദൈവം പബ്ലിക്കായിട്ട് പിശാചിനോട് വിളിച്ചു പറയുക, ലോകത്തോട് പറയുക, തൊട്ടാ നീ വിവരം അറിയുമെന്ന്. അത്രയ്ക്കും ശക്തി ഉണ്ടോ? ഉണ്ട്. അതിന്റെ തെളിവാണ് കാൽവരി ക്രൂശിൽ മുഴുവൻ മാനവജാതിയുടെയും പാപശാപ രോഗശക്തികളെ മുഴുവൻ യേശുവിന്റെ ശരീരത്തിലേക്ക് വന്നപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണം യേശുവിന്റെ ശരീരത്തിൽ സംഭവിച്ചു. അരിമത്തേക്കാരനായ യോസെഫിന്റെ കല്ലറയിൽ, ഇതുവരെ ഒരു ഡെഡ് ബോഡിയും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ യേശുവിന്റെ ശരീരത്തെ വെച്ചു. ബൈബിൾ പറയുന്നു, കണ്ടു നിൽക്കുന്നവർ പറഞ്ഞു, എന്തൊരു അത്ഭുതമായിരുന്നു, എന്തൊരു വിടുതലായിരുന്നു, എന്തൊരു പ്രവർത്തികളായിരുന്നു, എല്ലാം അവസാനിച്ചു, യേശു മരിച്ചു. റോമൻ ഗവൺമെന്റ് പറഞ്ഞു യേശു ക്രിസ്തു അവസാനിച്ചു. റോമൻ ഗവൺമെന്റ് തീരുമാനിച്ചു, ഇമ്പീരിയൽ മുദ്ര കൊണ്ട് അതിനെ മുദ്ര വെച്ചിട്ട് പറഞ്ഞു, ഏറ്റവും വലിയ ശക്തൻ എന്ന് പറഞ്ഞു കിടന്ന യേശുവിനെ ഞങ്ങൾ അവസാനിപ്പിച്ചു. യഹൂദം പറഞ്ഞു, ഞങ്ങൾക്ക് എതിരെ നിന്നവനെ ഞങ്ങൾ അവസാനിപ്പിച്ചു. പിശാച് പറഞ്ഞു, ലോക രക്ഷിതാവ് എന്ന് പറഞ്ഞു വന്നയാളെ അവസാനിപ്പിച്ചു. എന്നാൽ യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിക്ക് നീ, 3-ാം നാൾ ഞാനത് വീണ്ടും പണിതെടുക്കും. കാരണം എൻ്റെ അകത്ത് ശക്തിയുണ്ട്, എൻ്റെ അകത്ത് പവറുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ഈ മന്ദിരം പൊളിപ്പിൻ. യേശു പറഞ്ഞു, 3-ാം ദിവസം ഞാനിത് വീണ്ടും പണിയും. എന്നിട്ട് അടുത്ത വാക്യം നിങ്ങൾ നോക്കിയേ, നിങ്ങളെ ഈ ശരീരത്തോടാണ് കർത്താവ് നിങ്ങൾ ഈ പള്ളിക്കകത്തോട്ടാണ് കയറിയിരിക്കുന്നത്. യേശുവിന്റെ ശരീരമാകുന്ന പള്ളിക്കകത്തോട്ടാണ് നിങ്ങളിപ്പം നിൽക്കുന്നത്. ഇതുകൊണ്ട് ബൈബിൾ പറയുന്നു, ഈ മന്ദിരം നശിപ്പിക്കാൻ നോക്കുന്നവനെ വിവരം അറിയുന്നു. നിങ്ങൾക്കെതിരെ ആരേലും ഒക്കെ തിരിയുമ്പോൾ അവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം, അല്ലെങ്കിൽ അവരുടെ കാര്യം പോക്കാം. അയ്യോ ബ്രദറെ, അങ്ങനെ ഒന്നും ശപിക്കരുത് ബ്രദറെ. ഞാൻ ശപിക്കുവല്ല, അവർക്ക് വേണ്ടി. അതുകൊണ്ടാണ് നിങ്ങൾ ദോഷത്തിന് പകരം ദോഷം ചെയ്യാൻ പോരുന്ന് പത്രോസ്ലീഹ പറയാൻ കാര്യം എന്നറിയോ? നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകരുത്. നിങ്ങൾ ഒരു വ്യക്തിക്കെതിരായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കെതിരെയാകുന്നവൻ യേശുവിന്റെ മന്ദിരത്തിനെതിരെയാകുകയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ദോഷത്തിന് പകരം ദോഷം ചെയ്യാൻ പോകരുത്, ശകാരത്തിന് പകരം ശകാരം ചെയ്യാൻ പോകരുത്. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ അവരെ അനുഗ്രഹിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? അവർക്ക് ദോഷമുണ്ടാവും. അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും എന്നുള്ള അനുഗ്രഹങ്ങളൊക്കെ ആലയത്തിന്റെ അകത്ത് കിടക്കോ വന്ന്. അത് മൊത്തവും രക്ഷിക്കപ്പെടുന്നവന്റെ മേലേക്ക് അറ്റസ്റ്റ് ചെയ്ത് ലഭിക്കുന്നതിന്റെ പേരാണ് രക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. നമുക്കിതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഞാൻ എന്നാ ചെയ്യും ബ്രദറെ? പിശാചാണ് എൻ്റെ പെരയ്ക്കകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക, പിശാച് എൻ്റെ ജീവിതം മൊത്തം കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുക, പിശാച് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ചു പറ, പിശാചെ നിനക്ക് എന്നെ തൊടാൻ കഴിയത്തില്ല. കാര്യം ഞാൻ യേശുവിൻ്റെ ശരീരമാണ്, ഞാൻ യേശുവിൻ്റെ ശരീരമാണ്. ഈ ശരീരത്തെ നശിപ്പിക്കാൻ നോക്കിയാൽ നിന്നെ നശിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. 17-ാമത്തെ വാക്യം ഒന്ന് പറയാൻ പറ്റുന്ന ഉറക്കെ ഒന്ന് പറഞ്ഞ്, മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ഇനി ആര് കച്ചകെട്ടി ഇറങ്ങിയാലും നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ ഭാരപ്പെടരുത്. ഇനി ഒരു സൈന്യം ഇറങ്ങിയാലും, ഒരു രാജ്യം ഇറങ്ങിയാലും, ഒരു സംഘടന ഇറങ്ങിയാലും, ലോകത്തിലെ സകല പിശാചുക്കളും ലൂസിഫർ ഇറങ്ങിയാലും ഒറ്റ വാക്ക് പറ, മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവം ഇറങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ ഒറ്റ രാത്രി 1,00,000-ലധികം ആളുകളെ പാളയത്തിന്റെ അകത്ത് അവരെന്ത് ചെയ്തു? വെട്ടിക്കൊന്നെങ്കിൽ. ഒരു ദൂതൻ ഇറങ്ങിയതുള്ളൂ, ശത്രു സൈന്യത്തെ വെട്ടി നശിപ്പിച്ചെങ്കിൽ. ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ അത്രയും സംഭവിച്ചെങ്കിൽ ദൂത സംഘത്തിന്റെ രാജാവായ ദൈവം ഇറങ്ങി വന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ദൂതൻ ഇറങ്ങുമെന്നല്ല പറഞ്ഞേക്കുന്നത്, മന്ദിരം നശിപ്പിക്കുന്നവനെ ദൂതൻ നശിപ്പിക്കുന്നല്ല പറഞ്ഞ, ദൈവം നശിപ്പിക്കും. അപ്പൊ അത് ഈ ദിവസങ്ങളിൽ രോഗമൊക്കെ വരുമ്പോൾ പറയണം, എൻ്റെ രോഗമേ നീ എന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണോ വന്നത്? നിന്റെ കാര്യം പോക്കാ കേട്ടോ. ഈ രോഗം യേശു സൗഖ്യമാക്കിയിരിക്കും. കാര്യം രോഗശക്തിക്ക് എൻ്റെ ശരീരത്തെ, ഞാനിപ്പോൾ യേശുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ഞാൻ യേശുവിൻ്റെ ആലയത്തിന്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്നു, ഈ മന്ദിരം പൊളിക്കുവിൻ, 3-ാം ദിവസം ഞാൻ ഇത് പണിയും എന്നുത്തരം പറഞ്ഞു. അപ്പൊ യഹൂദന്മാർ ഓർത്തുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ അവർ യെരൂശലേം ദേവാലയം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക.
അവരുടെ ചിന്തയിൽ ഇന്ന് ലോകത്തിൽ യെരൂശലേം ദേവാലയം ഇല്ല, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോയി. അതിന്റെ കാര്യം എന്തെന്നറിയാമോ? ഒറിജിനൽ ആലയം വെളിപ്പെട്ടിരിക്കുന്നു. ഒറിജിനൽ ശരീരം വെളിപ്പെട്ടപ്പോൾ, ഒറിജിനൽ ആലയം വെളിപ്പെട്ട പിന്നെ എന്തിനാ യെരൂശലേമിന്റെ ആവശ്യം അവിടെ? യഹൂദന്മാർ ഇപ്പോഴും യെരൂശലേം ദേവാലയത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഇപ്പോഴും അവരത് പണിയാൻ വേണ്ടിയാണ് അവർ നടക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒടുവിൽ അവർ കുത്തിവെങ്കിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, യഥാർത്ഥ ശരീരം യെരൂശലേം അല്ല, യെരൂശലേം ഒരു നിഴലായിരുന്നു. യഥാർത്ഥ ശരീരം യേശുവിൻ്റെ, കർത്താവിൻ്റെ ശരീരമാണ്, സഭയാണ് യഥാർത്ഥ ആലയം എന്ന് അവർക്ക് മനസ്സിലാവും. അതാണ് അന്ത്യകാലത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ നമ്മൾ പലപ്പോഴും നോക്കി നിൽക്കുന്നത് യഹൂദന്മാരെ പോലെ നമ്മളും ഇഷ്ടികയൊക്കെ പ്രിപ്പയർ ആയിട്ട് നിൽക്കും. എന്തിനു വേണ്ടിയാ? യെരൂശലേം ദേവാലയം പണിയാൻ വേണ്ടി ചില ആൾക്കാർ ഇപ്പോഴേ ഇഷ്ടികയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുക. നിങ്ങളിപ്പോൾ യേശുവിൻ്റെ നിങ്ങൾക്ക് യെരൂശലേം ദേവാലയം വേണോ ചോദിക്കുക. യെരൂശലേം ദേവാലയം വേണോ അതോ യേശുവിൻ്റെ ശരീരമാകുന്ന യഥാർത്ഥ സഭ വേണോ? ഏതാ വേണ്ടത്? ഭൂമിയിലെ യെരൂശലേം വേണോ അതോ സ്വർഗീയ യെരൂശലേം വേണോ നിങ്ങൾക്ക്? ഈ പുത്തൻ യെരൂശലേം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ചിന്തയും മൊത്തവും യഹൂദൻ ആരാധിച്ചുകൊണ്ടിരുന്ന പ്രാകാരവും വിശുദ്ധ സ്ഥലവും അശുദ്ധ സ്ഥലവും ഒക്കെയുള്ള ആ യെരൂശലേമാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അല്ലല്ലേ? ഇനി ഒരിക്കലും ഒരു പ്രാകാരമില്ല, ഇനി ഇടയിൽ നിൽക്കുന്ന ഒരു തിരശീലയില്ല, ഇനി മഹാപുരോഹിതന്മാർ മധ്യസ്ഥം വഹിക്കുന്ന ഒരു പരിപാടി ഇനിയില്ല. ബൈബിൾ പറയുന്നു, ഏത് സമയത്തും കൃപാസനത്തോളം അടുത്തു വരുവാൻ കഴിയുന്ന പുത്തൻ യെരൂശലേമാ ഇനി വരാൻ പോകും. അതായത് യേശുവിന്റെ ആ മുഴു ശരീരത്തിന്റെ ശക്തിയാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ പഴയ നിയമത്തിലെ യെരൂശലേം അല്ല. പഴയ നിയമത്തിലെ യെരൂശലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് നിങ്ങൾ പാപിയാന്നാ പറയുന്നത്. കാര്യം എന്തുവാ? പഴയ നിയമത്തിൽ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന് സഭയ്ക്കകത്ത് കയറാൻ പറ്റത്തില്ല. അവർ നിൽക്കുന്നത് പ്രാകാരത്തിന്റെ പുറത്ത്, പ്രാകാരത്തിൽ അവർ നിൽക്കുന്നത്. വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ നിൽക്കുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് തിരശീലയ്ക്ക് പിന്നിൽ കൃപാസനം നിൽക്കുന്നു. അങ്ങോട്ട് ആർക്കും കയറാൻ പറ്റത്തില്ല. ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതന് മാത്രം. ആ യെരൂശലേം പിന്നെയും പണിതാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഒരു യെരൂശലേം ദേവാലയം പണിത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും പോയി നിൽക്കുന്നത്, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, നിങ്ങളിപ്പോൾ രാവിലെ നമ്മുടെ ഈ ലോകത്തിലെ ഫെലോഷിപ്പ് കൂട്ടായ്മ സ്ഥലത്ത്, അതിന് ഞാൻ പള്ളിയിൽ നിന്ന് പിന്നെ അങ്ങ് അഡ്രസ് ചെയ്യുക കേട്ടോ, ആ പള്ളിയിൽ പോയിട്ട് നിങ്ങൾ പള്ളിയുടെ നടയുടെ അവിടെ പോയിരുന്നുകൊണ്ട് പ്രാർത്ഥന കേട്ടാൽ എങ്ങനെ ഇരിക്കും? ഇതാ യെരൂശലേം ദേവാലയം. അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇതെന്തിനാ പിന്നെയും പണിയുന്ന ദൈവത്തിന്? ഇനി വരാൻ പോകുന്ന പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞാൽ ഇഷ്ടിക കട്ട കൊണ്ടുണ്ടാക്കുന്ന യെരൂശലേം അല്ല. ഇനി വരാൻ പോകുന്ന ഈ പുത്തൻ യെരൂശലേം യേശുവിൻ്റെ ശരീരമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പലയിടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി ദൈവം സഭയോട് ചേർത്തു. യെരൂശലേം ദേവാലയത്തോടല്ല, സഭയോട് ചേർത്തു. ആമേൻ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ശക്തിപ്പെടണം കേട്ടോ. നിങ്ങളെ തൊട്ടാൽ വിവരം അറിയും. നമ്മൾ പലപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത്, ഈ രോഗമൊക്കെ വരുമ്പോൾ, നമുക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോഴേക്കും, എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം തരണേ. ധൈര്യത്തോടെ പറ, ഞാൻ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്, ഞാൻ യേശുവിൻ്റെ സഭയുടെ അംഗമാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ യേശുവിൻ്റെ സഭയിലെ അംഗമാണെന്ന് പറ. ഞാൻ യേശുവിന്റെ സഭയിലെ അംഗമാണ്. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കത്തില്ല, ബ്രദർ ഏത് സഭയിലാ? ചിലർ ചോദിക്കില്ല, ബ്രദർ ഏത് സഭയിലാണ് കൂടുന്നത്, ബ്രദർ ഏത് സഭയിലെ അംഗമാണ്, ബ്രദർ ഏത് സഭയിലെ അംഗമാണെന്ന് വെച്ചാൽ ഞാൻ ബൈബിൾ പറയുന്നു, യേശുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അംഗം. നിങ്ങളും അങ്ങനെ പറഞ്ഞു പഠിക്കുക. അപ്പോൾ ബ്രദർ ആ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്തോ? അത് പള്ളിയല്ല. പള്ളി നമ്മൾ പറയും അല്ലേ, അത് യഥാർത്ഥത്തിൽ കൂട്ടായ്മ ആചരിക്കുന്ന സ്ഥലമാണ്. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയാകുന്ന നിങ്ങൾ കൂടി വരുന്ന സ്ഥലത്തെ നമ്മൾ പള്ളിയെന്ന് പറയും. പക്ഷെ ബിൽഡിംഗ് അല്ല. ഞാൻ തെളിവ് പറയാം, ഞാൻ ആ വാക്യം എടുത്തിട്ടില്ല കേട്ടോ. അപ്പോസ്തലപ്രവൃത്തിയിൽ ഒരു വാക്യമുണ്ട്, കൈപ്പണിയായ ആലയത്തിൽ ദൈവം വസിക്കുന്നില്ല. അപ്പോസ്തലപ്രവൃത്തിയിൽ ഒരു വാക്യമുണ്ട്, കൈപ്പണിയായ ക്ഷേത്രത്തിൽ ദൈവം വസിക്കുന്നില്ല. വ്യക്തമായിട്ട് പൗലോസ്ലീഹ അവിടെ ആ ആത്മാവിൽ അത് പറയുന്നുണ്ട്. വിഗ്രഹങ്ങൾ ഏതുമില്ല, കൈപ്പണിയായ ആലയത്തിൽ ദൈവം വസിക്കുന്നില്ല. പക്ഷെ പണ്ട് പറഞ്ഞിരുന്നു കൃപാസനത്തിൽ ദൈവം വസിക്കുന്നു. ഇന്ന് എന്തുകൊണ്ടാണത് പറയാത്തത്? എന്തുകൊണ്ടെന്നാൽ ഇന്ന് ശരീരമാകുന്ന ഇതാണ് ഈസ്റ്ററൊക്കെ ഈ ദിവസങ്ങളിൽ ഇറച്ചി മീനും മുട്ടയൊക്കെ വെച്ച് നമ്മളിങ്ങനെ ആഘോഷിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ, നാളെ ജോലിക്ക് പോകണമല്ലോ, എൻ്റെ കർത്താവേ, ഈസ്റ്റർ കഴിയുമ്പോൾ തന്നെ സങ്കടപ്പെട്ടിരിക്കരുത്. ആ ഈസ്റ്ററൊക്കെ നന്നായിട്ട് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ച് എന്നിട്ടൊക്കെ ആഹാരം കഴിക്കണം. എന്താ പറയണമെന്നറിയാവോ? ഈ വാക്യം അങ്ങോട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുക. എന്നെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ പറയാം, അല്ല ബ്രദറെ, അത് പത്രോസ്ലീഹായെ പറ്റി അല്ലേ പറഞ്ഞത്? പത്രോസ്ലീഹയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുന്നല്ലേ പറഞ്ഞേക്കുന്നത്? യഥാർത്ഥത്തിൽ പത്രോസ്ലീഹ എന്ന വ്യക്തിനെ ഒരു മുഖാന്തിരമായിട്ട് അവിടെ കാണിക്കുകയാണ്. ടോംസ് വേറെ വാക്യം എടുത്തിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ കാണിക്കാം നിങ്ങളെ. അപ്പോസ്തല പ്രവൃത്തി
17-ാം അധ്യായത്തിന്റെ 21 അല്ലേ? ഒരു മിനിറ്റ്. അപ്പോസ്തല പ്രവൃത്തി. ഓക്കെ, ഞാൻ കണ്ടു. നോക്കി, കൈപ്പണിയായ ക്ഷേത്രത്തിൽ 25-ാമത്തെ വാക്യം, കൈപ്പണിയായ ക്ഷേത്രത്തിൽ വാസം ചെയ്യുന്നില്ല. ഞാൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലതും കൊടുക്കുന്നവനാകിയാൽ വല്ലത്തിനും മുട്ടുള്ളവരെന്ന പോലെ മനുഷ്യന്റെ കൈയാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. നോക്കിയേ, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിലും ഭൂമിയിലും നാഥനായതുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രത്തിൽ വാസം ചെയ്യുന്നില്ല. എല്ലാവരും കഴിയുന്നവരൊക്കെ ഒന്ന് ഉറക്കെ ഒന്ന് വായിക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ വാക്യം ഒന്ന് ഉറക്കെ വായിക്കാൻ പറ്റുന്നവരെല്ലാം ഒന്ന് ഉറക്കെ വായിച്ച്. എന്താ എഴുതിയിരിക്കുന്നത്? 24, 25 ഒന്ന് വായിച്ചേ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ആമേൻ, ആമേൻ. നോക്കിയേ, അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാ പൗലോസ്ലീഹ, താങ്കൾ ഒരു യഹൂദനല്ലേ, പണ്ട് കൃപാസനവും പ്രാകാരവും വിശുദ്ധ സ്ഥലവും ഒക്കെ ഉള്ള ബൈബിൾ ഞങ്ങൾ ഭാഗം കണ്ടിട്ടുണ്ടല്ലോ പഴയ നിയമത്തിൽ. പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ഇപ്പൊ പറയുന്നത് ലോകവും അതിലുള്ള ഒക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിലും ഭൂമിയിലും നാഥനായതുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രത്തിൽ അവൻ വാസം ചെയ്യുന്നില്ല? അതിന്റെ അർത്ഥം, നിങ്ങൾ എവിടെയെങ്കിലും യേശു ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഒരു അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ഇത് ദൈവത്തിന്റെ ആലയമാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ദൈവം കൈപ്പണിയായ ഒരു ക്ഷേത്രത്തിലും ദൈവം വസിക്കുന്നില്ല. ദൈവം പിന്നെ വസിക്കുന്നത് എവിടെയാണെന്നറിയാവോ? 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ നാം വായിച്ചു, യു ആർ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം. നിങ്ങളുടെ ശരീരമാകുന്നു ദൈവത്തിന്റെ മന്ദിരം. എന്തുകൊണ്ടെന്നാൽ യേശുവിന്റെ ശരീരത്തോട് നാം സ്നാനത്തോടു കൂടെ ചേരുമ്പോൾ നിങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നു. നോക്കി, ഇതാണ് ഈ രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത്. ഇതാണ് രക്ഷാ അനുഭവം എന്നൊക്കെ ബൈബിളിൽ പലയിടത്ത് കാണത്തില്ലേ? യേശുവിനെ വിശ്വസിക്കുക, രക്ഷിക്കപ്പെടുന്ന ചില ചോദിക്കത്തില്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ചോദിക്കത്തില്ലേ? അത് ചോദിക്കുന്ന ആൾക്ക് പോലും ചിലപ്പോൾ അതിന്റെ അർത്ഥം അറിഞ്ഞു കാണത്തില്ല. അവരെ ഞാൻ കളിയാക്കി പറയുമല്ലോ കേട്ടോ. പലർക്കും ഇതിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ട്, ഞാനും വലിയ മിടുക്കനായതുകൊണ്ടല്ല, കർത്താവിന് നമ്മളോടൊരു കൃപ തോന്നി ഇത് തുറന്നു തരുവാൻ. അപ്പൊ ഇത് തുറന്നു തന്നിട്ട് നമ്മളിത് തിരിച്ചറിയാതിരുന്നാൽ എന്നാ സംഭവിക്കുന്ന അറിയാവോ? ആ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മളോടുള്ള ചോദ്യമായത്. നോക്കി, കൈപ്പണിയായ ക്ഷേത്രത്തിൽ ദൈവം വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലതും കൊടുക്കുന്നവനാകിയാൽ വല്ലത്തിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യന്റെ കയ്യാലുള്ള ശുശ്രൂഷ ദൈവത്തിന് വേണ്ട. നിങ്ങൾ അവിടെ ചെന്നത് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മന്ദിരമായതുകൊണ്ട്, ദൈവത്തിൻ്റെ ശരീരമായതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശക്തിപ്പെടണം കേട്ടോ. ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ടിരിക്കരുത്, പ്രയാസപ്പെട്ടിരിക്കരുത്, നൊമ്പരപ്പെട്ടിരിക്കരുത്. നിങ്ങൾ പറയണം, കർത്താവ് ഈ ബ്രദർ ഈ വിളിച്ചു പോകുന്നതൊക്കെ വല്ലോ സത്യമാണോ? അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? നിങ്ങൾ ഈ വചനങ്ങളൊന്ന് പ്രതികരിക്കണം. എങ്ങനെയാ വചനത്തോട് നമ്മൾ പ്രതികരിക്കുന്നത്? ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം, നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത്, നമ്മുടെ വാക്കെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് വാക്കുകൾ. നിങ്ങൾക്കറിയാവോ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഉറക്കത്തിൽ നമ്മൾ പലതും പിച്ചും പേയും പറയും അല്ലേ? ചിലർ പറയത്തില്ല, നിങ്ങളുടെ നാട്ടിൽ എനിക്കറിയത്തില്ല, ഈ പിച്ചും പേ എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഞാൻ ഈ ഞങ്ങളുടെ നാട് നിങ്ങളുടെ നാട് എന്നൊക്കെ പറയാൻ കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ ഒത്തിരി വ്യത്യാസമുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയും ഉറക്കത്തിൽ അതും ഇതുമൊക്കെ നമ്മൾ പറയും അല്ലേ? ഒരു പുലബന്ധമില്ലാതെ, ഒരു പരസ്പര ബന്ധമില്ലാത്ത വാക്കുകൾ പറയും. അപ്പൊ എണീറ്റതിന് ശേഷം നമ്മൾ പറയും, നിങ്ങളുടെ വീട്ടുകാരേക്ക് നിങ്ങൾ ഇന്ന് വല്ലോ ഓർക്കുന്നുണ്ടോ എന്തൊക്കെയാ പറഞ്ഞെന്ന് വല്ലോ? അപ്പൊ നിങ്ങൾ പറയൂ, ഞാൻ നല്ല ഉറക്കമായിരുന്നു, ഉറങ്ങിയത് എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ കണ്ട പല സ്വപ്നങ്ങളോ നിങ്ങളുടെ ഉള്ളിൽ കടന്ന പല കാര്യങ്ങളും ചിലപ്പം നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിൽ കടന്ന സാധനം പുറത്തു വന്നതാ. അപ്പൊ ഒരു വ്യക്തി നാവ് കൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ നാവിനെ നിയന്ത്രിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ഹൃദയത്തിന്റെ അകത്തൊരു മനസ്സുണ്ട്, ചിന്തകളുണ്ട്. ഇതെല്ലാം നമ്മുടെ നാവിനെ ഇതെല്ലാം കൺട്രോൾ ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രദറെ, പിശാച് എൻ്റെ ജീവിതത്തെ മൊത്തം കുട്ടിച്ചോറാക്കിയത് പറഞ്ഞുകൊണ്ടിരിക്കാതെ, പിശാചെ, ഞാൻ യേശുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ് കേട്ടോ. എൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെ നശിപ്പിക്കുന്ന രോഗമേ, ക്യാൻസറെ, ട്യൂമറെ, ഏത് രോഗമായിക്കോട്ടെ, പറ, നിന്നെ ദൈവം നശിപ്പിച്ചിരിക്കുന്നു. എപ്പോഴാ? കാൽവരി ക്രൂശിൽ.
കാൽവരി ക്രൂശിൽ നിന്നെ തകർത്തിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് എൻ്റെ മേൽ ജയമില്ല. ഞാൻ അത്ഭുതം കാണും, ഞാൻ അത്ഭുതം കാണും, ഞാൻ സൗഖ്യം നടക്കും, എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷ പ്രാപിക്കും. അല്ലാതെ നിങ്ങൾ കർത്താവിനോട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതികൂലമാണെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരോടൊന്നും ഒരിക്കലും നിങ്ങൾ എഗ്രി ചെയ്യരുത്. കർത്താവിനോട് നമ്മൾ ചേരുന്ന സമയത്ത് ബൈബിൾ പറയുന്നു, നീ എന്നോട് അടുത്തു വന്നാൽ ഞാൻ നിന്നോട് അടുത്ത് വരും, എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ നിന്നെ വിടുവിക്കും. ഓക്കെ, എന്നോട് പറ്റിയിരിക്കുന്ന, എൻ്റെ അർത്ഥം ദൈവത്തോട് അടുത്ത് കഴിഞ്ഞാൽ വിടുതലുണ്ടാവും. ദൈവത്തോട് അടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമല്ല, ദൈവത്തോട് അടുത്താൽ വിടുതല. എന്നാ പ്രശ്നമാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പലപ്പോഴും അത് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന പിശാചിന്റെ തന്ത്രമാണ്. ദൈവത്തോട് അടുത്ത് വരുമ്പോൾ പ്രശ്നം വരുമ്പോൾ നല്ല ദൈവത്തോട് അടുത്താൽ വിടുതലുണ്ടാവും. അങ്ങനെ പറയണം. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥന അങ്ങോട്ട് കൂട്ടിക്കോണം. നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ബ്രദറെ ഞാൻ കുറച്ചു നേരം സൂമിക്കുന്നില്ല, 3-4 പ്രാവശ്യം യൂട്യൂബിൽ കയറിയ വചനം ഒന്നുകൂടെ കേക്ക്, അങ്ങ് വർദ്ധിപ്പിക്കും. കൂട്ടായ്മ അങ്ങോട്ട് വർദ്ധിപ്പിച്ചാൽ വിടുതലുണ്ടായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഞാനിത് എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയും. ശ്രേയയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് കർത്താവ് ഇന്ന് ആ മകളുടെ കുടുംബത്തെ, ആ വ്യക്തിയുള്ള കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നു. എന്നോടൊരു വാക്ക് തമ്പുരാൻ പറയുകയാണ്, ശ്രേയയുടെ ഭവനത്തിൻ്റെ മേൽ, ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ഒരു 8.5 വർഷമായിട്ട് ആ കുടുംബത്തിൻ്റെ വഴി തുറക്കുന്നതും ഓരോ വഴി അടയുന്നതുമായിട്ടുള്ള സംഭവം ബ്രദറെ, എന്റെ മോളുടെ ആണ് ബ്രദറെ, ശ്രേയാണ്. മണിയടിക്കുന്ന കേൾക്കുന്നു. ഇടയ്ക്ക് ഇപ്പൊ ചെറുതായിട്ടൊന്ന് കേൾക്കാമായിരുന്നു, ഇപ്പൊ കേൾക്കുന്നില്ല. കേൾക്കാം. എക്കോ വരുന്നു ബ്രദറെ. ക്ലിയർ അല്ല. മിക്സിങ് വരുന്നു, കേൾക്കുന്നില്ല. എല്ലാവരും മൈക്ക് മ്യൂട്ടാക്കുക, അല്ലെങ്കിൽ പാസ്റ്റർ പറയണത് ചെയ്യുമ്പോ അത് ശരിയാകില്ല. എല്ലാവരും പ്രാർത്ഥന ക്ലിയർ ആവും. ഞാൻ ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ മൈക്കോ ഓഡിയോ കട്ടായി കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്. ഞാനിപ്പോൾ പറഞ്ഞതിൽ ഇടയ്ക്ക് ഇവിടെ ഞാൻ നമ്മുടെ കണക്ട് ചെയ്തിരുന്ന കമ്പ്യൂട്ടറിൻ്റെ ചാർജർ കട്ടായി പോയായിരുന്നു, കണക്ഷൻ ഊരിപ്പോയായിരുന്നു. അതാണ് ഇവിടെ നെറ്റ്വർക്ക് ലോസ് ആയത്. കർത്താവ് നമ്മളെ സകല. ഇപ്പൊ സൗണ്ട് എല്ലാം ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഓഡിയോ എല്ലാം ക്ലിയർ ആണോ? കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് ആ ശ്രേയവുമായിട്ട് ബന്ധപ്പെട്ട് ആ വ്യക്തി ആരാണോ, കുടുംബം ആരാണോ, യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്താട്ടെ. കർത്താവ് ഇന്ന് കുടുംബത്തെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ആ സഹോദരി ഏറ്റെടുത്തായിരുന്നു. കർത്താവിനെ കഴിഞ്ഞ 8.5 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു തടസ്സത്തെ യേശു ക്രിസ്തു അത് മാറ്റാൻ വേണ്ടി പോകുന്നു.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ അങ്ങ് സഹായിക്കുന്നല്ലോ. ദൈവ അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ, ദൈവ അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഞങ്ങളുടെ കർത്താവ് എന്നെ ഈ ചൈത്രം എന്ന് പറയുന്ന ഒരു വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്നൊരു കുടുംബത്തെ തൊടുന്നതായിട്ട് പറയുന്ന ചൈത്രം എന്ന് പറയുന്ന ഭവനത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറുപ്പക്കാരനായ, പക്ഷെ പഴയ ഒരു ഫോട്ടോയാണ്, പഴയ ഒരു കുടുംബത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോയാണ്. പക്ഷെ അത് ചെറുപ്പകാലത്ത് എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോയാണ് ആ കുടുംബത്തിന്റെ അകത്തുള്ളത്. ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിയുമായിട്ട്, അതായത് ആ കുടുംബത്തിന്റെ അകത്ത് കാലപ്പഴക്കം ചെന്ന് കിടക്കുന്ന ഒരു സ്ഥലത്തിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിനിടയിലോട്ട് കയറി വന്ന ചില പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബം വിട്ട് മാറിപ്പോകുന്നു എന്ന് പറയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന കുടുംബവുമായിട്ട്, ആ കുടുംബ പേരുമായിട്ട് ബന്ധപ്പെട്ടത് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, ഈ മൈക്ക് ഓണാക്കി വെച്ചിരിക്കുന്നവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. വലിയ പ്രവൃത്തികളാൽ കർത്താവെ ഇന്ന് അങ്ങ് ചെയ്യുന്നതിന് നന്ദി പറയുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരുന്ന് ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തടസ്സങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപം. ഇത് കേട്ട വചനം പോലെ ഞാൻ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, ഞാൻ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഞാൻ ഇത് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അപ്പം അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ആശിഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുള്ള കുടുംബത്തിൻ്റെ മേൽ ഒരു പൈതലിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്ന ആശിഷിൻ്റെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ഒരു ദൈവപ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത് പറയുന്നു. ആശിഷ് എന്ന് പറയുന്ന ആ കുടുംബത്തിൽ ആ ഒരു അടയാളമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സൂമിലോ ലൈവിലോ ആ ഭവനത്തിലുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ അനുഗ്രഹത്തെ സ്വീകരിക്കുന്നു എന്നൊന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് കർത്താവ് അങ്ങ് അയക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് അങ്ങ് ചെയ്യുന്നല്ലോ. അപ്പ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ കർത്താവ് എന്നെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതുതായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഷെൽഫുള്ളൊരു ഭവനം. അതായത് ആ വീട് പിന്നെ പുതുക്കി പണിത സമയത്ത് ഒരു ഷെൽഫ് അവിടെ വെച്ചു. അത്ര ഭംഗിയുള്ളതല്ലെങ്കിൽ പോലും ഒരു ഷെൽഫ് അവിടെ ഫിറ്റ് ചെയ്ത്, നേരത്തെ അത് ഉണ്ടായിരുന്നതല്ല, പക്ഷേ അത് വീണ്ടും അത് പണിത് നന്നായിട്ട് വെച്ചിട്ടൊക്കെ ഒരു വീടാണ് ഞാൻ കർത്താവിനെ കാണിക്കുന്നത്. വീണ്ടും പണിതെടുത്തൊരു ഷെൽഫാണ്. ആ വീട് പല പ്രാവശ്യം പുതുക്കി പണിത ഒരു ഭവനമാണ്. പക്ഷെ പല പ്രാവശ്യം പുതുക്കി പണിയിട്ട് പോലും അതിൻ്റെ അകത്ത് ഒരു പൂർണ്ണത ലഭിക്കുന്നില്ല. ആ ഭവനം ആ പണി പോലെ തന്നെയാണ്. ഒരു തൃപ്തിയില്ലാത്ത ഒരു കുടുംബമാണ്. പല കാര്യത്തിലും ഒരു പൂർണ്ണത ലഭിക്കാത്ത ഇതാണ്. ഏത് ആരംഭിച്ചാലും അത് കംപ്ലീറ്റ് ആക്കാൻ കഴിയാതെ ഓരോ കാര്യങ്ങൾ വന്നത് ബ്ലോക്കായി പോകുന്നൊരു കുടുംബമാണ്. എന്നാൽ കർത്താവ് എന്നോട് പറയുന്നു, ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ഒരു അടയാളം കാണിക്കുകയാണ്. കർത്താവ് അത് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ കൃപ ഇന്നവിടെ പെരുകുന്നല്ലോ. ക്രിസ്തു യേശുവിൻ്റെ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നല്ലോ. ആ കുടുംബം ഇന്ന് ഏറ്റെടുത്തോണം. സകല തടസ്സങ്ങളെയും കർത്താവ് ഇന്ന് മാറ്റി ദൈവം ഒരു അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു. ദൈവം നിങ്ങളുടെ ആ ഭവനം പണിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കർത്താവിനോട് പറയുകയാണ്, അത് വലിയൊരു പൂർണ്ണത. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ അല്ല ബ്രദറെ. ക്ലിയർ അല്ല പറയുന്നത്? ആന്ന് ബ്രദറെ, ക്ലിയർ ആവുന്നുണ്ട്. ഇപ്പൊ ക്ലിയറാ. കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് നിങ്ങളുടെ ഓഡിയോ പോകുന്നിടയ്ക്കുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തു. നന്ദി കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. അപ്പ എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നപ്പ
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ എന്നെ കർത്താവ് ഒരു അടയാളം കാണിക്കുകയാണ്. ഒരു അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി, ആ വ്യക്തികൾ തമ്മിൽ ഒരു കണക്ക് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഒരു 3000 രൂപ വാങ്ങിച്ചതും ആ ഒരു കൊടുക്കൽ വാങ്ങൽ, ഒരു വ്യക്തിയും ഈ ഒരു തുകയാ കർത്താവ് കാണിക്കുന്നത്. ഒരു 3000 രൂപ, ഒരു 3000 രൂപ കൊടുക്കൽ വാങ്ങൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊടുക്ക് വാങ്ങുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടായി. അത് ഉണ്ടായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 3 മാസത്തിന്റെ അകത്ത് നടന്നൊരു സംഭവമാണ്. എന്നാൽ ആ പൈസ വാങ്ങിയ വ്യക്തിയും മേടിച്ച ആളും ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ രണ്ടുപേരെയും ബന്ധപ്പെടുത്തി കർത്താവ് എന്നോട് ഒരു വാക്കിങ്ങനെ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരെയും കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു അടയാള കർത്താവ് കാണിക്കുന്നത് 3 മാസത്തിന്റെ അകത്താണ് ഈ തുക കൈമാറിയിട്ടുള്ളത്, ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് വാങ്ങിച്ചതിന് ശേഷം ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്ത് വീടിന്റെ അകത്തോട്ട് എത്തുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയും, ഇത് ആ വ്യക്തിയിൽ നടന്ന ഒരു കാഴ്ചയെ ആ വ്യക്തിയെ കാണിക്കാൻ വേണ്ടി കർത്താവ് ഫോക്കസ് ചെയ്ത് പറയുകയാണ്. തമ്പുരാൻ ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്, ഈ ഒരു വ്യക്തിയോട് പറയുന്നു, ദൈവം നിങ്ങളെ അനേകർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പോവാണ്. ആ വ്യക്തി ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞത് സ്വീകരിച്ചാട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. കർത്താവിന്റെ സാക്ഷ്യമായിട്ട് കർത്താവ് അത് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ വലിയ മഹത്വം. എന്തെങ്കിലും പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഹലോ ബ്രദറെ, പറഞ്ഞു പറഞ്ഞു ഹലോ. പറഞ്ഞു സിസ്റ്ററെ, കേൾക്കുന്നു. 2 മാസം മുമ്പ് ഇതുപോലെ എന്റെ മകന് എനിക്ക് 3000 രൂപ ബാങ്കിലേക്ക് അയച്ചു. ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു. അങ്ങനെയാണ് ബസ്സിൽ കയറി പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ അടയാളം പോലെ തന്നെ എന്തോ ഇത് മുഴുവൻ കേട്ടായിരുന്നു സിസ്റ്റർ, ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നോ? ഇങ്ങനെ പൈസ അങ്ങനെ 3000 രൂപ തന്നു. അത് ഞാൻ ബാങ്കിലേക്കാണ് തന്നത്. ബാങ്കിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് മകൻ തന്ന പൈസയാണ്. ഈ 3 മാസത്തിന്റെ ഇടയിലാണ് സംഭവിച്ചത്. ഇന്നേക്ക് 3 മാസത്തിനിടയിൽ ഇത് ഏറ്റെടുത്തു. അനേകർക്ക് കൊടുക്കുന്നവരാക്കി കർത്താവ് ഇന്ന് മാറ്റാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ അങ്ങയുടെ വലിയ സാക്ഷ്യത്തെ കർത്താവ് ഇന്ന് തുറക്കുന്നല്ലോ, വലിയ അത്ഭുതത്തെ കർത്താവിന് തുറക്കുന്നല്ലോ. ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വത്തെ കർത്താവ് ഇന്ന് അയക്കുന്നല്ലോ. അപ്പ കർത്താവെ, ഇന്ന് ഓരോ വ്യക്തികളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തികളെ അങ്ങ് അയക്കുന്നല്ലോ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ വചനം പോലെ തന്നെ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുന്നില്ല എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നില്ല. അപ്പം ഞാനൊരു വ്യക്തിയെ, അതൊരു മിഡിൽ ഈസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നത്, മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണിക്കുന്നത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തി ഒരു സുഹൃത്തിന് ഒത്തിരി പൈസ അയച്ചു കൊടുക്കുകയും ഒത്തിരി സഹായിക്കുകയും ചെയ്തു. പക്ഷേ ആ വ്യക്തി നിമിത്തം വലിയൊരു കുരുക്കിൻ്റെ അകത്ത് നിൽക്കുക. ഇപ്പോൾ ആ കൊടുത്ത വ്യക്തി നിമിത്തം ആ വ്യക്തി നാട്ടിൽ വന്ന സമയത്ത് നിങ്ങൾ തമ്മിലുണ്ടായ ചില ടൈപ്പുകൾ നിമിത്തം വലിയൊരു കുരുക്കിൻ്റെ അകത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ഒത്തിരി നഷ്ടമുണ്ടായത് മാത്രമല്ല, മാനസികമായിട്ടും വലിയൊരു കുരുക്കിൻ്റെ അകത്ത് കിടക്കുവാണ്. എൻ്റെ കർത്താവ് ഒരു വാക്ക് പറയുന്നു, ഈ വ്യക്തി നിമിത്തം ഉണ്ടായ കുരുക്ക് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെ അത് ബാധിച്ച് ഇപ്പൊ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യുവാനോ സ്വസ്ഥമായിട്ട് സംസാരിക്കാനോ പോലും കഴിയാത്ത രീതിയിൽ വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടിൽ കടന്നു പോവുകയാണ്. ഇന്ന് ആ വ്യക്തിയെ കർത്താവ് തൊടുവാന്ന് പറയുന്നു. ആ നഷ്ടപ്പെട്ടു പോയ സമാധാനവും നന്മയും കർത്താവ് മടക്കി തരുമെന്ന് പറയുന്നു. അത് യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ വലിയ ബ്രദറെ ഞാൻ ഏറ്റെടുക്കുന്ന ബ്രദറെ ഞാനത് സിസ്റ്ററുടെ കാര്യമാണ് ഈ പറയുന്നത്. ആന്ന് ബ്രദറെ ആന്നു. ഞാൻ കുവൈറ്റിലാ ഉള്ളത് ഇപ്പൊ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തത് ഏറ്റെടുത്ത സിസ്റ്റർ കർത്താവ് അത് സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തി നിമിത്തം ഉണ്ടായ കുരുക്കും ആ വ്യക്തി നിമിത്തം ഉണ്ടായ നഷ്ടങ്ങളെയും ദൈവം സ്ഥാപിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയെ കർത്താവ് തരാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ട് ഒരു പ്രായമായ അമ്മച്ചിയുടെ ഫോട്ടോ വീടിൻ്റെ അകത്ത് തൂക്കിയിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ അമ്മച്ചിനെ വിളിച്ചിരുന്ന ഒരു പേര് അമ്മിണിയമ്മയെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു വിളിപ്പേര് ഞാൻ ആ ഭവനത്തെ കാണുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കയറി വരുന്ന ഹോളിൽ ആ
ആ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ കയറി വരുന്ന മുറിയിൽ തന്നെ കയറി വന്നിട്ട് ആ ഹോള് കഴിഞ്ഞിട്ട് വലതുവശത്തോട്ട് മാറിയായിരുന്നു ഈ മാതാവിൻ്റെ മുറി. അതായത് കയറി വരുന്ന ഹോള് കഴിഞ്ഞ് വലതുവശത്തോട്ടാണ് ആ അമ്മച്ചിയുടെ മുറി ഉണ്ടായിരുന്നത്. ഞാൻ ആ അമ്മച്ചിയുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുകയാണ്, ആ അമ്മ മരണപ്പെട്ടു പോയി, അമ്മ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പക്ഷെ കർത്താവിനോട് ഒരു വാക്ക് പറയുകയാണ്, ആ അമ്മ നിമിത്തം മരണപ്പെട്ട് കഴിഞ്ഞിട്ടും ആ അമ്മ നിമിത്തം ഒരു നന്മയുമായിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഇന്ന് ആ കുടുംബം എന്നെ കേൾക്കുന്നത് യൂട്യൂബിലോ ലൈവിലോ എവിടെ ആയിക്കോട്ടെ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഹോളിൽ വരുമ്പോഴാണ് ആ ചിത്രം ഇരിക്കുന്നത്. പക്ഷേ ഹോളിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് തിരിയണം. വലത്തോട്ട് പോയി കഴിയുമ്പോൾ ഹോളിൻ്റെ തൊട്ട് പുറകിൽ ഈ ഹോള് നിൽക്കുന്നതിൻ്റെ ഈ ഫോട്ടോ ഇരിക്കുന്നതിൻ്റെ റൈറ്റ് പൊസിഷനിലായിട്ടാണ് ഈ റൂം ഉണ്ടായിരുന്നത്. ആ കുടുംബത്തെ കർത്താവ് ഇന്ന് തൊടുന്നതായിട്ട് പറയുന്നു. വലിയൊരു നന്മ ആ അമ്മയുടെ ബന്ധപ്പെട്ട് ആ മരണപ്പെട്ടു പോയ അമ്മയുടെയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ളൊരു വ്യക്തിയാണ്. ആ അമ്മയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ബന്ധപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഒരു നന്മയാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം. ജീവിച്ച കാലത്ത് പലപ്പോഴും ഒന്നും നേടാൻ പറ്റിയില്ല, പക്ഷെ ആ വ്യക്തി മുഖാന്തിരം ദൈവം ഒരു വാതിലിന് തുറക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ചാട്ടെ. കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കി തുടങ്ങാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ആ തടസ്സം അവിടെ നീങ്ങട്ടെ, ആ പ്രതിസന്ധികൾ അവിടെ നിന്ന് മാറട്ടെ. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന പറഞ്ഞു ബ്രദറെ, അതേ നേരത്തെ പറഞ്ഞില്ലേ ഒരു വീട് പൂർണ്ണമാകാത്തതിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഞങ്ങളുടെ വീട്. എനിക്ക് ആ നേരത്തെ ഓടി ക്ലിയർ ആവാത്താനും പറയാൻ പറ്റില്ല. ഞങ്ങളെ വീട് 3 പ്രാവശ്യമായി പല ഘട്ടത്തിലായിട്ട് ഇങ്ങനെ പൂർണ്ണമാവാണ്ട് പിന്നെയും പണിതുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ജോലി ചെയ്താലും അതൊന്നും പൂർണ്ണമാവുന്നില്ല, ഒക്കെ ഇങ്ങനെ തടസ്സപ്പെട്ട് പകുതിയിൽ കെടുക്കുക. ഇന്ന് വിടുതല ഏറ്റെടുക്കുന്നു. ഇന്ന് വിടുതല യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ആ കുടുംബത്തിന്റെ അവസ്ഥ മാറാൻ വേണ്ടി പോകുന്നു. ആ ഭവനം പണി പോലെ തന്നെ ലൈഫും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ കർത്താവ് പറയുമ്പോൾ 3 തവണ അത് പണിയുവാൻ ശ്രമിച്ചു. പക്ഷെ ഇന്ന് ദൈവപ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നില്ല. എന്റെ കൂടെ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ പറഞ്ഞ രോഗികളായി ഭാരപ്പെടുന്ന പറഞ്ഞു. എന്റെ സിസ്റ്ററാണ് മരിച്ചിട്ട് 12 ദിവസമായിട്ട് തന്നെ ഫോട്ടോ ഇരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് അമ്മച്ചിയുടെ മുറി ഉണ്ടായിരുന്നത്. അമ്മച്ചിക്ക് മുറി ഇതുപോലെ തന്നെ എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കുടുംബത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചോണം, നന്ദി പറഞ്ഞോണം. ആ മരണപ്പെട്ട അമ്മച്ചി മുഖാന്തിരം കർത്താവ് കുടുംബത്തിന്റെ അകത്തുനിന്നൊരു വ്യക്തി അമ്മച്ചിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തി മുഖാന്തിരം മരണപ്പെട്ടാലും ആ നന്മയെ കർത്താവ് കയറ്റാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. കർത്താവിന്റെ വലിയ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. കർത്താവിന്റെ വലിയ മഹത്വം എന്ന കുടുംബത്തിന് മേൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. യേശുവേ ആരാധന. നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി ഇന്ന് കർത്താവിനോട് പറയുന്ന ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വീടിന്റെ വലതുവശത്തായിട്ട് ഒരു പ്രശ്നക്കാരനായി നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുന്നതായിട്ട് എന്നോട് പറയുന്നു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വലതുവശത്തോട്ട് തിരിയുമ്പോൾ തന്നെ ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് തലവേദനയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ കർത്താവിന്റെ അടയാളം കാണിക്കുന്നു. ഞാൻ ആ വ്യക്തിയുടെ പെരക്കകത്തോട്ട് കയറുമ്പോൾ ആ വ്യക്തിക്ക് ഭാര്യയും 2 ആൺ തലമുറയും ഉണ്ട്. ഈ പറയുന്ന ആൾക്ക്, അതായത് വിരോധമായി നിൽക്കുന്ന പറയുന്ന ആൾക്കൊരു ചേട്ടനുണ്ട്. പക്ഷേ ചേട്ടൻ അവിടെ താമസിക്കുന്നത്. ഇവരവിടെ താമസിക്കുന്നുണ്ട്. ആ താമസിക്കുന്ന ഭവനത്തിൻ്റെ അകത്ത് ഇതേപോലെ പ്രായമായ ഒരു അമ്മച്ചിയുണ്ട്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ വ്യക്തി നിമിത്തം. നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ ഒരു ശല്യം പോലെ ആ വ്യക്തി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഇന്ന് ആ വ്യക്തിയെ തൊടാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി തരാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ തന്നെ ദൈവം ആ വ്യക്തിയെ തൊട്ട് ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയെ കർത്താവ് നൽകുന്നു എന്ന് പറയുന്നു. ഇന്ന് ആ കേൾക്കുന്ന വ്യക്തി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ആമേൻ പറഞ്ഞ് വലിയൊരു സമാധാനം കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ആമേൻ പറഞ്ഞ് ഈ ആലോചനയെ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുക. ആണോ സിസ്റ്റർ?
അതെ, ഞാൻ സ്വീകരിക്കുന്നല്ല എന്റെ മകന് വേണ്ടിയിട്ട്. സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണോ ഈ പറഞ്ഞ വിഷയങ്ങൾ ആലോചന? അതെ അതെ. കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് കുടുംബത്തിന്റെ മേൽ അത്ഭുതമാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ ഇന്ന് എല്ലാവരും രോഗികളായി ഭാരപ്പെടുന്നവർ, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഞെരുങ്ങി ജീവിക്കാനുള്ളവരല്ല. നിങ്ങൾ തൊടുന്നോടത്തെല്ലാം അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നു. നമ്മുടെ നന്മ എല്ലാ ദിവസവും ഈ സൂമിലൊക്കെ പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ പേഴ്സും ഒക്കെ എടുത്തു പിടിച്ചുകൊണ്ട് നിൽക്കാവുള്ളൂ. കർത്താവ് നന്മ തുറക്കാം. ശൂന്യമായ പടകിലിരിക്കുന്ന പത്രോസിനെ അല്ല ദൈവത്തിന് ആവശ്യം, വല കീറുമാറ്. നന്മ നമ്മുടെ അവകാശമാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ അകത്തിരിക്കുന്നവർ എത്ര നന്മ കിട്ടിയാലും, കർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ട്, നന്മ കിട്ടിക്കഴിഞ്ഞാൽ അത് മൊത്തം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവോട് പറയുകയാണ്, സ്വന്തം സഹോദരൻ ഒരു സഹായം ചോദിച്ചിട്ട് പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ ഇല്ല എന്ന് പറയുവാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ മകളെ കർത്താവിന് തൊടുപോകട്ടെ. സ്വന്തം സഹോദരൻ ചോദിച്ചിട്ട് പോലും, പക്ഷേ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, നന്മയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ സ്വന്തം സഹോദരൻ ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാതെ, ഉത്തരം ഇതുവരെയായിട്ട് മറുപടി പോലും ശരിക്കും കൊടുത്തിട്ടില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിന് തൊടാൻ വേണ്ടി പോവാണ്. എപ്പോഴും ഇങ്ങനെ പറയുന്നൊരു വാക്ക് ഞാൻ കേൾക്കുന്നത്, കർത്താവേ എനിക്കൊരു മിച്ചവും ലഭിക്കുന്നില്ല, എനിക്കൊരു ശേഷിപ്പില്ല. സ്വന്തം എൻ്റെ സഹോദരന് പോലും ഒന്ന് കൊടുക്കാനോ സഹായിക്കാനോ കഴിയാത്ത രീതിയിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഈ സമയം കർത്താവ് തൊടുവാണ്. ആ സഹോദരിയെ മാത്രമല്ല, യേശുവിൻ്റെ നാമത്തിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവരെല്ലാവരും ഈ ആലോചന ഏറ്റെടുത്തോണം. ഇന്ന് വ്യക്തിപരമായിട്ട് ആ സഹോദരിയെ കർത്താവ് കാണിച്ചു എന്നേ ഉള്ളൂ. ആ സഹോദരനെ കൊടുക്കുവാൻ തക്കോണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ അകത്തുനിന്നല്ല, ദൈവം നന്മയ്ക്കകത്തുനിന്നും കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ ചാടി പിടിച്ചോ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞത് സ്വന്തമാക്കിയാട്ടെ. കർത്താവിന്റെ വലിയ മഹത്വം. സിസ്റ്ററെ പറ്റിയാണോ അത്? അതെ, എന്റെ അത് ഏറ്റെടുത്തോ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം അത് സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്നു. അത്ഭുതങ്ങളുടെ കർത്താവ്. ഈ സമയം രോഗികളായി ഭാരപ്പെടുന്നവരെ വേദനയുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് പറയും, യേശു രോഗത്തെ തകർത്തതാ, ഞാനിത് ചുമക്കേണ്ട കാര്യമില്ല. അങ്ങനെ തന്നെ പറ, ഞാൻ ഈ രോഗവും ചുമന്നുകൊണ്ട് പോകത്തില്ല, ഇന്ന് ഞാനിത് ഇറക്കി വെക്കുക. ഈ രോഗത്തെ ഞാൻ ഇപ്പോൾ ഇറക്കി വെക്കുന്നു. ഈ രോഗം എനിക്കുള്ളതല്ല, ഈ വേദന എനിക്ക് വേണ്ട. യേശു ക്രിസ്തുവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യവും സൗഖ്യവുമാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ, ദിവ്യ ആരോഗ്യം ഞങ്ങളുടെ അവകാശമാണ്, ദീർഘായുസ് ഞങ്ങളുടെ അവകാശമാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നപ്പ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഉദരഫലം തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തലമുറകൾ പെരക്കകത്ത് മുഴുവൻ ഓടി നടക്കട്ടെ, നന്മ കൊണ്ട് നിറയട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, അത്ഭുതത്തെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച്, സാമ്പത്തികമായി ഞെരുങ്ങുന്നവരെ പേഴ്സൊക്കെ എടുത്ത് കൈവച്ച്, ATM ഒക്കെ എടുത്ത് കൈവച്ച്, ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, അടയ്ക്കുവാനും തുറക്കുവാനും സ്വർഗം തന്ന അധികാരത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇന്ന് ഇവരുടെ മേൽ ആത്മാവിൽ കൈവെക്കുന്നപ്പ, ഇവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഇത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, ജോലി സ്ഥലങ്ങളിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ സമാധാനം കിട്ടാതെ അവർക്കെതിരെ വിരോധമായി നിൽക്കുന്ന സകലത്തെയും ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തികളെ തുറക്കുന്നപ്പ, കുടുംബത്തിൽ തലമുറകളുടെ ഭാവിയെ ഓർത്ത് അടയപ്പെട്ട വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. രാജ്യങ്ങളുടെ നന്മകൾ തുറന്നു വരട്ടെ. കർത്താവ് കുടുംബത്തിൻ്റെ അകത്ത് തലമുറകളെ വിവാഹം കഴിച്ച് വിട്ടതിന് ശേഷം ആ കുടുംബജീവനം റെഡിയാകാതെ മുഴുവൻ കലഹത്തിലേക്ക് പോകുന്ന അനുഭവങ്ങൾ ഇപ്പോൾ ഞങ്ങൾ നിർത്തുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ, പ്രതികൂലങ്ങൾ മാറിപ്പോട്ടെ, പ്രതിസന്ധികൾ നീങ്ങിപ്പോട്ടെ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്റെ പുറകെ വരുമെന്നുള്ള വചനത്താൽ അനുഗ്രഹിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ മേൽ സൗഖ്യം നടക്കുന്നു. ഇപ്പോൾ തന്നെ വേദന മാറിയിരിക്കുന്നു നിങ്ങളുടെ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുടെ ദൈവം അസാധാരണമായ പ്രവൃത്തികളാൽ
നിങ്ങളെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തിരിക്കുന്നല്ലോ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറച്ചിരിക്കുന്നല്ലോ. സൗഖ്യത്തിന് നന്ദി. ഇപ്പൊ തന്നെ ഒന്ന് ചെക്ക് ചെയ്തേ, എന്താണോ തിരിക്കോ വളയ്ക്കോ ഒക്കെ നോക്കിക്ക്. ആ നടുവിൻ്റെ ഒക്കെ വേദന കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറയും, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. കുനിഞ്ഞു നോക്കിക്ക്, ആ ജോയിൻ്റെ പേനുകൾ സൗഖ്യമായിരിക്കുന്നു. നിങ്ങളുടെ കണ്ണാടിയൊക്കെ എടുത്തുകൊണ്ട് പറ, എൻ്റെ പുതിയ കണ്ണിന് നന്ദി എന്ന് പറഞ്ഞാട്ടെ. കാഴ്ച വർദ്ധി, കണ്ണാടി ഇല്ലാതെ ഞാൻ വായിക്കുമെന്ന് പറ. എൻ്റെ ചെവി കേൾക്കുന്നു. ബൈബിൾ പറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ ശക്തിയാൽ ഇന്ന് രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ പുറത്തു പോകുന്നു, രോഗശക്തികൾ പിശാചുക്കൾ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ. സാമ്പത്തിക ഉറവുകൾ തുറക്കട്ടെ. ജോലിയിൽ, ബിസിനസ്സിൽ ലഭിക്കുന്ന മൊത്തം നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ മാറിയിട്ട് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്ന ദൈവം അത്ഭുത മന്ത്രിയാണ്. നമുക്ക് തുടർന്ന് കർത്താവ് ഇടപെട്ട സാക്ഷ്യങ്ങളെ കേൾക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളല്ല ഇനി പറയാൻ വേണ്ടി പോകുന്നത്. കർത്താവ് നിങ്ങളുടെ ചെയ്ത പ്രവർത്തികളാണ്. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾ വിതച്ചവർ നിങ്ങളുടെ ദശാംശങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് തോന്നിപ്പിക്കുന്നതായിക്കോട്ടെ, ദൈവരാജ്യത്തിനായി വിതച്ചവർക്ക് നന്ദി പറയുന്നു. കർത്താവ് ഇന്ന് അവരെ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ജോലിയിൽ, അവരുടെ ബിസിനസ്സിൽ വർദ്ധിക്കും, അവർ പെരുകും, വായ്പ മേടിക്കത്തില്ല, ഐശ്വര്യവും സമ്പത്തും അവരുടെ ഭവനത്തിലുണ്ടാകും, നന്മയും കരുണയും അവരുടെ പുറകെ വരും, ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ. സാമ്പത്തിക ഉറവകൾ തുറന്നു വരട്ടെ. ബ്ലസ് ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ സമയത്ത് ഒരു സാക്ഷ്യമുള്ളവർ, അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇത് സാക്ഷ്യത്തിൻ്റെ സമയമാണ്. പ്രെയർ റിക്വസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന പ്രെയർ ലൈൻ നമ്പറിലേക്ക് അയക്കാം. ഈ സമയം കർത്താവിൻ്റെ സാക്ഷ്യത്തിനുള്ള സമയമാണ്. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ജയം തന്നു കഴിഞ്ഞു. ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാട്ടെ. ബ്രദറെ എനിക്കൊരു സാക്ഷിയുണ്ട്. ഒരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ബ്രദറെ. എന്റെ മമ്മിക്ക് മിറാക്കിൾ മണി കിട്ടി ബ്രദറെ, ഒരു 8,000 രൂപ കഴിഞ്ഞ ദിവസം. ആമേൻ. തീർച്ചയായിട്ടും. എങ്ങനെ ബ്രദർ അത് കയ്യിൽ ലഭിച്ചത്, മനസ്സിലായത്? അത് അക്കൗണ്ടിന്റെ അകത്ത് വന്നെന്ന് പറഞ്ഞ് മെസ്സേജ് വരുവാ ചെയ്തത് ബ്രദറെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നത്? ആ മമ്മി പാസ്ബുക്കും എല്ലാം എടുത്ത് കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു സ്ഥിരമായിട്ട്. ആമേൻ. ഇതൊരു വലിയൊരു അത്ഭുതമാണ്. പറഞ്ഞതുപോലെ തന്നെ കർത്താവ് നിങ്ങളുടെ സാമ്പത്തിക ഇതിൻ്റെ അകത്ത്, ഞെരുക്കത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച, കർത്താവ് എനിക്ക് മിറക്കിൾ മണി, ആകാശത്തിന്റെ ഉറവ തുറന്നതുപോലെ, മഞ്ഞ കൊഴിച്ചതുപോലെ എനിക്ക് വേണ്ടി മിറക്കിൾ മണി. ഇപ്പൊ ബ്രദർ പറഞ്ഞ ശരിയാണ്. അക്കൗണ്ടും എല്ലാം കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 8,000 രൂപ അക്കൗണ്ടിലേക്ക് വരാനിടയായി തീർന്നു. കർത്താവ് ഇനിയും വർദ്ധിക്കട്ടെ, നമ്മുടെ അവകാശങ്ങൾ വർദ്ധിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. പിന്നെയും പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും യേശുവിന്റെ ബ്രദറെ നാമത്തിൽ. എനിക്കൊരു സാക്ഷിയുണ്ട്. ബ്രദറെ കഴിഞ്ഞ ആഴ്ച ഒരു അനിലിന്റെ പേര് പറഞ്ഞു. അനിലിന്റെ വൈഫ് എസ് എന്ന പേര്, അവള് സൗമ്യയാണ്. അവര് രണ്ടാളും പ്രശ്നത്തിൽ നിൽക്കുകയായിരുന്നു. അന്ന് അവരുടെ കുടുംബത്തിലേക്ക് ദൈവപ്രവൃത്തി കടന്നു വരുന്നു എന്ന് പറഞ്ഞു. അവർ സെപ്പറേറ്റ് ആയി കുറച്ചു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ട് പിരിഞ്ഞു നിന്ന് വഴക്കിലായിരുന്നു. പക്ഷെ ഇന്ന് അവര് രണ്ടുപേരും സമാധാനത്തോടെ എല്ലാം പറഞ്ഞു തീർത്തു, ഒന്നായി തീർന്നു. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് സിസ്റ്റർ പറഞ്ഞത്. ഒരു പ്രവചന ആലോചന കർത്താവ് ഇടപെട്ടു. ആ കുടുംബത്തിന്റെ അകത്ത് വ്യക്തിയെ കർത്താവ് ഇടപെട്ടു എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തിയുടെ മോളുടെ പേര് അല്ലെ കർത്താവ് വെളിപ്പെടുത്തി. ആ കുടുംബത്തിന്റെ അകത്ത്, ആ കുടുംബ ജീവിതത്തെ കലഹം കൊണ്ട് കുടുംബജീവിതത്തിന്റെ അകത്ത് വിള്ളലായിരിക്കുമായിരുന്നു. പക്ഷെ ആ പ്രവചനം ഏറ്റെടുത്തു. ഇന്ന് അവർ സമാധാനത്തോടെ എല്ലാം പറഞ്ഞു തീർത്തു. കർത്താവ് ആ ദുരാത്മാവിനെ ഓടിച്ചതിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ബ്രദർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ. കേൾക്കുന്നുണ്ടോ ബ്രദറെ? കേൾക്കുന്നുണ്ടോ? ഒരുമിച്ച് പറയല്ലേ? ആ ഹലോ, കേൾക്കുന്നുണ്ടോ ബ്രദറെ? പറഞ്ഞു. ബ്രദറെ കഴിഞ്ഞ ദിവസം ഇന്നലെ എൻ്റെ മകന്റെ ഭാര്യ ഇന്നലെ സാക്ഷ്യം പറഞ്ഞു ബ്രദർ. അവിടെ കേട്ടില്ല സിസ്റ്ററെ, കേട്ടില്ല ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയില്ല പറഞ്ഞത്. കേൾക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ ബ്രദറിനെ കോട്ടയത്തെ മീറ്റിംഗിൽ കണ്ടതാണ്. ഞാനും മകനും ഭാര്യയും ഒക്കെ ആയിട്ട് കണ്ടതാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അവർക്ക് ജോലിയില്ലാതെ 6 മാസത്തോളമായിട്ടും നാട്ടിലായിരുന്നു, പോകാനൊക്കാത്ത ബുദ്ധിമുട്ട് നിൽക്കുകയായിരുന്നു, വിസ ഒന്നും കിട്ടാതെ. ഒരു ദൈവം അത്ഭുതകരമായ ഒരു വിസ അവൾക്ക് ഒരുക്കി. അവൾക്ക് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം പോകാനിടയായി. എന്നാൽ NOC കിട്ടുന്നില്ലായിരുന്നു. ആ NOC
വചനത്തിന്റെ ശക്തിയാൽ തന്നെ അത്ഭുതകരമായിട്ട് ബ്രദറിനോട് പറഞ്ഞിരുന്നു. അവള് അത്ഭുതകരമായിട്ട് അവൾക്ക് NOC കിട്ടി. വിളിച്ചിങ്ങോട്ട് പറഞ്ഞു, ആ NOC കൊടുത്തു. അവൾക്ക് ജോലിയിൽ പ്രവേശിക്കാനിടയായി. 13-ാം തീയതി അവൾ ജോലിയിൽ പ്രവേശിച്ചു. ഒരു നല്ല പൊസിഷൻ തന്നെ അവൾക്ക് കൊടുത്തിരിക്കുന്നു. അത് അത്ഭുത സാക്ഷ്യമാണ്. അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഞാനത് സാക്ഷ്യം പറയാമെന്ന് നേരിട്ടിരുന്നതാണ്. അതുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് പ്രവർത്തിച്ച കൃപയ്ക്ക് തന്നെ ദൈവം തുറന്ന ആ 6 മാസമായിട്ട് ജോലി ഇല്ലാതിരിക്കുമായിരുന്നു. എന്നാൽ പ്രാർത്ഥനയിൽ തമ്പുരാൻ തടസ്സത്തെ എടുത്തു മാറ്റി രാജ്യങ്ങളുടെ വഴി തുറന്നു. സൗരി പറഞ്ഞ പോലെ തന്നെ മനുഷ്യബുദ്ധിയിൽ തുറന്നാണ് നമുക്കത് സാക്ഷ്യമല്ല. പക്ഷെ പറഞ്ഞ പോലെ ദൈവവചനത്തിന്റെ ശക്തിയാൽ സ്വർഗം അത് തുറന്നു. ഇന്ന് രാജ്യങ്ങളുടെ നന്മ അനുഭവിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഇനിയും ഇനിയും നിറയ്ക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 കർത്താവ് സമൃദ്ധമായിട്ട് നടന്നു. പറഞ്ഞു. ഞാൻ എനിക്ക് 2 സാക്ഷി പറയാനുണ്ട്. ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഞാൻ അവിടെ ബർമിംഗ്ഹാമിൽ നിന്ന് അന്ന് ഇവിടെ UK നടത്തിയ പ്രയറിന് അന്ന് അവിടെ വന്നിരുന്നായിരുന്നു. അന്ന് പ്രാർത്ഥിപ്പിച്ച് എനിക്ക് ജോലിയുടെ വിഷയത്തിന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ജോലി പോയിട്ട് വേറെ ജോലി നോക്കുവാന്ന് പറഞ്ഞിരുന്നായിരുന്നു. ബ്രദർ പറഞ്ഞായിരുന്നു പഴയ ഒരു കണക്ഷനിൽ നിന്ന് ജോലി എന്നൊരിത് വരുന്നതായിട്ട് ബ്രദർ കാണുന്നു. അതിങ്ങനെ ഒരു ആലോചനയായിട്ട് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച എന്നെ എൻ്റെ പഴയ ജോലിയിൽ നിന്ന് തിരിച്ചു വിളിച്ച് അവർ പറഞ്ഞ് വീണ്ടും ജോയിൻ ചെയ്തു. അത് ഈ ലൊക്കേഷനിൽ ബിസിനസ് കുറവായതുകൊണ്ടായിരുന്നു അവര് എന്നെ വേറെ ജോലി നോക്കാൻ പറഞ്ഞ്. അവർ അവിടെ നിന്ന് മാറ്റി വേറൊരു ലൊക്കേഷനിലോട്ടുള്ള അവരുടെ ബ്രാഞ്ചിൽ തന്നെ എന്നെ വീണ്ടും എടുത്തു. അങ്ങനെ 3 മാസം കഴിഞ്ഞ് വീണ്ടും ജോലി സ്റ്റാർട്ട് ചെയ്തു. അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യണം ഇനി. സിസ്റ്റർ ഫാമിലി ആയിട്ട് വന്നായിരുന്നോ നിങ്ങൾ വന്ന UK അതെ മീറ്റിംഗില്? അതെ അതെ ഹസ്ബൻഡും മോനുമായിട്ട് വന്നല്ലേ? അതെ 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 ജെയ്ഡന് വേണ്ടി പിന്നെ ആ, പ്രാർത്ഥിച്ചായിരുന്നു ഓക്കെ. എനിക്ക് അന്ന്. വന്നത് ആ സമയത്ത് കർത്താവ് ഇടപെട്ടു അല്ലേ? നിങ്ങൾ പഴയ ഒരു അതെ കണക്ഷൻ എന്ന് കർത്താവ്. ഞാൻ ആലോചിക്കുന്നത് അതെ നിങ്ങൾ ഈ പ്രവചനം കേൾക്കുന്ന സമയത്ത് ഇത് വലിയൊരു സാക്ഷ്യം കേട്ടോ. ഈ പ്രവചനാലോചന കേൾക്കുമ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞൊരു തെളിവാണ്. സിസ്റ്റർ അവർ ഒത്തിരി ഭാരപ്പെട്ടാണ് നമ്മുടെ UK നടന്ന പ്രാർത്ഥനയിൽ വന്നത്. അവരൊത്തിരി ഭാരപ്പെട്ട് ജോലി ജോലി ഇല്ലാതിരുന്ന സമയത്തല്ലേ? അതെ അതെ ജാനുവരിയിൽ വേണമെങ്കിൽ എന്നോട് ടെർമിനേഷൻ പറഞ്ഞതാണ്. ടെർമിനേഷൻ പറഞ്ഞതാണ്. പക്ഷെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ നേരത്തെ അല്ലേ കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ വീണ്ടും കോണ്ടാക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ആലോചന കർത്താവ് പറഞ്ഞല്ലേ? അതെ അതെ പുള്ളി സ്തോത്രം. ഇന്ന് നേരത്തെ വിളിച്ചപ്പോഴും അതിനെക്കുറിച്ച് പുള്ളി തിരിച്ചെടുക്കാനായിട്ട് ഒരിതും പറഞ്ഞില്ല. കാരണം ബിസിനസ് ഇച്ചിരി മോശമാണ്, പുള്ളിക്ക് അങ്ങനെ തിരിച്ചെടുക്കാൻ താല്പര്യം ഉള്ള രീതിയിലൊന്നും പറഞ്ഞില്ല. പെട്ടെന്നാണ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് തിരിച്ച് കർത്താവ് വേറെ എത്രത്തോളം. ബ്രാഞ്ചിലോട്ട്. അപ്പൊ സിസ്റ്റർ എന്നാ ഇത് വന്നത്, കൺഫർമേഷൻ വന്നത്? എനിക്ക് ഈ ഫ്രൈഡേ ആണ് വന്നത്. ഈ നമ്മൾ എന്നാ UK മീറ്റിംഗ് നടന്നത് ഓർമ്മയുണ്ടോ? അതെ മാർച്ച് ലാസ്റ്റ് വീക്ക് 28 ആണെന്ന് തോന്നുന്നു. മാർച്ച്. മാർച്ച് മാർച്ച് എന്തായാലും സാറ്റർഡേ 29. 29 നമ്മൾ മാർച്ചിൽ നടന്നു. ഇന്ന് ഏപ്രിൽ അല്ലേ? ഏപ്രിൽ ഏപ്രിൽ മാസം 11 ഇന്ന് എന്നെ വിളിച്ചു. ഏപ്രിൽ മാസം കഴിഞ്ഞ ദിവസം ഫ്രൈഡേയിലാണ് ഇത് വന്നത്. അപ്പോൾ ചോദിക്കുക, അപ്പം ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന കാര്യം മാർച്ച് മാസത്തിൽ പരിശുദ്ധാത്മാവ് പ്രവചനത്തിലൂടെ പറഞ്ഞു ഒരു പഴയ കമ്പനിയിൽ അവിടെ തന്നെ കോണ്ടാക്ട് ചെയ്യുമെന്നും കർത്താവ് അവർ മുഖാന്തരം ഒരു വഴി തുറക്കുമെന്നും പറഞ്ഞത് പറയുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇവർ ഭാരപ്പെട്ട് കുടുംബമായിട്ട് അവർ പ്രാർത്ഥനയ്ക്ക് വന്നു. ഒത്തിരി ദൂരം, എനിക്ക് വന്നത് 3-4 മണിക്കൂർ നിങ്ങൾ യാത്ര ചെയ്താൽ വന്നല്ലേ? അതെ ബർമിംഗ്ഹാമിൽ 4 മണിക്കൂർ അത്രയും 4 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ആ പ്രാർത്ഥനയ്ക്ക് വന്നത്. പക്ഷെ കർത്താവ് ഒരു പ്രവചനം അവർ കൊടുത്തുവിട്ടു. ഇന്ന് അതിന്റെ സാക്ഷ്യത്തിലാണ് സിസ്റ്റർ നിൽക്കുന്നത്. സിസ്റ്ററെ, ദൈവാത്മാവ് ഇടപെട്ട കാര്യമാണ്. ഈ രാജ്യത്ത് നിർത്തുമെന്നാണ് പറഞ്ഞത്. അതിന് എത്ര ദുഷ്ടം വിചാരിച്ചാലും നടക്കത്തില്ല. ഈ വചനം പറഞ്ഞോണം, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കത്തില്ല, ഞങ്ങൾ ഇവിടെ വാഴുമെന്ന് പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്കൊരു മിറക്കിൾ മണിയുടെ ഒരു കാര്യവും ഇതുപോലെ ഞങ്ങളുടെ ഒരു അക്കൗണ്ടില് ഞങ്ങൾ പോലും അറിയാതെ ഒരു 25,000 നാട്ടിൽ ഇങ്ങനെ വന്നു. നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അതെങ്ങനെ വന്നേന്നൊന്ന്. ഒരു ചിട്ടിയുടെ ഒരു ഇതായിരുന്നു. നമ്മളിപ്പോ മാസം ഇവിടെ നിന്ന് അയച്ചുകൊണ്ടിരിക്കുന്നയാ. അപ്പൊ ഈ മന്ത് ഞങ്ങൾക്ക് ലൈക് റീലൊക്കേഷൻ ഒക്കെ ആയിട്ട് അത് ഞങ്ങൾക്ക് നല്ല ടൈറ്റ് ആയേനെ. പക്ഷെ ഈ ഏപ്രിൽ മന്തിന് തന്നെ ആ എക്സ്ട്രാ ക്യാഷ് അവിടെ കിടന്നുകൊണ്ട് അവരത് മൂവ് ചെയ്തിട്ടു ഏപ്രിൽ മന്ത്. അപ്പൊ നമുക്ക് ഈ മാസം ആ പൈസ അടയ്ക്കേണ്ടി വന്നില്ല. അങ്ങനെയും ദൈവം ഒരു അത്ഭുതം ചെയ്തു. തീർച്ചയായിട്ടും കർത്താവ് തുറന്ന 2 സാക്ഷ്യത്തിന് നന്ദി. മിറക്കിൾ മണിക്ക് നന്ദി. അത് മാത്രമല്ല ജോലി മേഖലകൾ അത് തുറന്നതിന് നന്ദി. ഈ രാജ്യത്ത് കർത്താവ് പിന്നെയും കണ്ട് നന്മ തുറക്കുവാൻ കർത്താവ്. അപ്പോൾ ഓരോ പ്രാർത്ഥനാ കൂട്ടായ്മയും നിങ്ങൾ ചെറുതായിട്ട് കാണരുത്. ഇത് വലിയൊരു സാക്ഷി തന്നെ വരും. അവർക്ക് ഈ രാജ്യം വിട്ടുപോകേണ്ട ഒരവസ്ഥയിലാണ് അവർ നിന്നത്. പക്ഷെ ദൈവം ഇവിടെ തുറക്കുന്നൊരു വാതിൽ അവർക്ക് വേണ്ടി തുറന്നു. അതിലൂടെ ദൈവം അവരെ വഴി തുറക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ദൈവം നന്മകളാൽ പിന്നെയും നിറയ്ക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ധൈര്യമായിട്ട് പറയാം.
ഈ കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ എനിക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പൊ ഞാൻ രാവിലെ ചോറ് വെച്ച് റൈസ് കുക്കറിൽ തന്നെ ഞാൻ ഇറക്കി അത് എടുത്ത് ഒഴിക്കില്ല, അതിന്റെ ദേഹത്തേക്ക് വീണ ചോറും വെള്ളവും എല്ലാം കൂടെ എന്നിട്ട് നെഞ്ചിന്റെ ഭാഗത്തേക്കാണ് ആ വെള്ളം വീണത്. അടുപ്പിന്റെ മുകളിൽ നിന്ന് വീണിട്ട് പിന്നെ പക്ഷെ ഞാൻ പെട്ടെന്ന് എനിക്ക് പൊള്ളിയപ്പോഴത്തേക്ക് ഞാൻ ഒന്നും എനിക്ക് കലം മാറ്റാനും പറ്റിയില്ല. പക്ഷെ ഈ വെള്ളം ഒഴുകി എൻ്റെ നൈറ്റിയുടെ പുറത്തുകൂടെ താഴേക്ക് വീണു. പക്ഷെ എൻ്റെ ശരീരത്തൊന്നും പൊള്ളിയും ഇല്ല. എൻ്റെ നൈറ്റിയിലൂടെ അത് ഒഴുകി എൻ്റെ കാലേ പോലും വീഴാതെ താഴെ വീണു. അവൻ തീർച്ചയായിട്ടും ഇന്ന് കർത്താവ് തുറന്ന വഴിക്ക് നന്ദി പറയുന്നു. വലിയൊരു അനർത്ഥമാണ് വിട്ടുപോയത്. ഇന്നൊരു ദുഃഖവാർത്ത കേൾക്കേണ്ട ഭവനത്തിൽ സാക്ഷ്യം പറയുവാൻ സ്വർഗം ഇടയാക്കി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും ദൈവം നന്മ കൊണ്ട് നിറയ്ക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ഹലോ ബ്രദറെ, എന്തോ ഞാൻ കഴിഞ്ഞ മാർച്ച് 31-ാം തീയതി ആണോ 30-ാം തീയതി ആണോന്ന് ഓർക്കുന്നില്ല, ബ്രദർ ആലോചന പറഞ്ഞായിരുന്നു. ഒരു വ്യക്തി ഇങ്ങനെ റോഡിൽ കൂടെ നടന്ന് വീട്ടിലേക്ക് പോകുമ്പോ നടന്നു പോകുന്നതിന്റെ വലത്ത് സൈഡില് ഒരു സർപ്പക്കാവിന്റെ അവിടെ വന്നപ്പോ വ്യക്തി പേടിച്ചതായിട്ട് ഇങ്ങനെ പറഞ്ഞു. അത് എന്റെ മകളായിരുന്നു. ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് സിസ്റ്റർ വല്ലതും ഞങ്ങളോട് ഈ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ കർത്താവ് എത്രത്തോളം നമ്മളെ കാണുന്നുള്ള തെളിവാണ്. ആ വ്യക്തി നടന്നു പോകുന്ന വഴിയും അങ്ങോട്ടുള്ള തിരിവും അവിടെ എത്തിയപ്പോൾ ഭയപ്പെട്ടതും എല്ലാം കർത്താവ് കണ്ടു. അതിന്റെ അർത്ഥം ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ കാണുന്നതിന്റെ അർത്ഥം ദൈവം നമ്മളെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇനിയും തന്റെ പ്രവർത്തികളെ ചെയ്യുമെന്നുള്ളതിന്റെ ഉറപ്പാണ്. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ആലോചന കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും കേട്ടോ. ഞാൻ നേരത്തെ കുറെ നാളുകളായി ഞാൻ മീറ്റിങ്ങിൽ കൂടുന്നത്. അപ്പൊ എനിക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഇതൊന്നും ഈ സൂപ്പെടുത്താനൊന്നും അറിയത്തില്ല. എന്നാലും അതിനൊന്നും കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്കതിനെ പേടിക്കാനൊന്നും സൂമില് കാണുന്നുണ്ട്, യൂട്യൂബിലും കാണുന്നുണ്ട്. ഞാൻ എന്നിട്ട് പിന്നെ കോട്ടയത്ത് മീറ്റിംഗ് നടന്നപ്പോ ഞാൻ അവിടെ വന്നായിരുന്നു. ബ്രദറിനെ കണ്ടു, കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ ഇതിങ്ങനെ ഇത് മാറ്റണതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിപ്പോ വെറുതെ ഇങ്ങനെ ഇതൊക്കെ വെറുതെ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോ അതിങ്ങനെ ഓണായി വന്ന് ഞാനിപ്പോ സാക്ഷിയായിട്ട് പറയുന്നുണ്ട്. സ്തോത്രം. തീർച്ചയായും ഇനിയും കർത്താവ് നന്മകളാൽ നിറയ്ക്കും, വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ, മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടേ. പറഞ്ഞു. ബ്രദറെ, എന്റെ വൈഫിന് തീരെ സുഖമില്ലായിരുന്നു. പനിയും രാവിലെ മുതൽ സുഖമില്ലായിരുന്നു. സൂമിൽ കയറുന്നതിന് കുറച്ച് മുന്നേ ഹരിത സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു, കുറവായി, സൗഖ്യമായി. ആമേൻ. കർത്താവിനും കൊടുത്ത സൗഖ്യത്തിന് നന്ദി. പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥനയുടെ മുമ്പ് ഒത്തിരി അസ്വസ്ഥതയായിരുന്നു, പക്ഷെ വിളിച്ചു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. ദൈവം ഒരു സാക്ഷ്യം തുറക്കുവാൻ ഇടയായി തീർന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? മുമ്പേ ഒരാലോചന പറഞ്ഞില്ലായിരുന്നു, ആശിഷ്. അത് ഞങ്ങളുടെ പാസ്റ്ററുടെ മോനാണ്, സാജൻ പാസ്റ്ററുടെ മോനാണത്. ആശിഷ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഏറ്റെടുത്തു. കർത്താവ് സാക്ഷിയാക്കും കേട്ടോ. ശരി പാസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. ബ്രദർ ആശിഷ് എന്റെയും മോനാണ്, എന്റെ മോനും ആശിഷാണ്. ഈ ആലോചനയുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അത് ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷിയാക്കും കേട്ടോ. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ആലോചനകളിൽ അടയാളങ്ങൾ ശ്രദ്ധിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും
എന്ന വചനത്താൽ നമുക്ക് ഏറ്റുപറയാം. ഇന്ന് ലൈവിലോ കാണുന്നവർ തുടർമാനമായിട്ട് നിങ്ങൾക്ക് ഈ പ്രാർത്ഥനകളിൽ സൂമിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതുതായിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ സൂമിൻ്റെ ഡീറ്റെയിൽസുകളുണ്ട്, അതിലൂടെ പ്രവേശിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 9 മണിക്ക് നടക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ